പൂജനീയനായ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ശ്രീ ടി ജെ വിനോദ് MLA അവർകൾ, ആരാധ്യനായ ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, അഭിവന്ദനായ ശ്രീ കെ സുധാകരൻ MP അവർകൾ, വിശിഷ്ടാതിഥികൾ എല്ലാവരും വേദിയിലേക്ക് കടന്നു വരികയാണ്. ശ്രീ ഹാരിസ് ബീരാൻ MP അവർകൾ, ശ്രീ NM പിയേഴ്സൺ, മാതൃഭൂമി പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി വൈസ് പ്രസിഡൻറ്റ് ശ്രീമതി PV മിനി, ശ്രീ N സുഗതൻ എന്നിവർ വേദിയിലേക്ക് എത്തുന്നു. ഈ സമ്മേളനം സമാരംഭിക്കുന്നു. മഹനീയരെ, ശ്രീ MK രാഘവൻ വക്കീൽ പുരസ്കാരദാന സമ്മേളനത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ധർമാദർശങ്ങളിൽ നിഷ്ഠ വേണമെങ്കിൽ ഒരാദർശം കൂടിയേ തീരൂ. അതാണ് ധീരത. രാഘവൻ വക്കീൽ ധീരതയുടെ പുരുഷാവതാരമായിരുന്നു. ഈ ധീരതയുടെ പ്രഭാവം സംഘടനാ വേദികളിലും പ്രഭാഷണങ്ങളിലും മന്ത്രിസഭയിലും അസംബ്ലിയിലുമൊക്കെ അദ്ദേഹം പ്രദർശിപ്പിച്ചു. പൊതുജീവിതത്തിൽ ഉത്തമ മാതൃകയായ ശ്രീ MK രാഘവൻ വക്കീലിൻ്റെ പേരിൽ ശ്രീനാരായണ സേവാ സംഘം ഏർപ്പെടുത്തിയിട്ടുള്ള MK രാഘവൻ വക്കീൽ പുരസ്കാരത്തിന് ഇക്കൊല്ലം ശ്രീ K സുധാകരൻ MBA ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ പുരസ്കാരദാന സമ്മേളനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഗുരുസ്മരണയ്ക്കായി ശ്രീമതി നിമ്യ ലാലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം,
സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ. മായയും മായാവിയും മായാവിനോദനും നീയല്ലോ. മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഓതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസാ ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ കരുത്തുറ്റ സെക്രട്ടറി ശ്രീ PP രാജൻ അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദനായ അധ്യക്ഷൻ ശ്രീനാരായണ സേവാ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ND പ്രേമേന്ദ്രൻ അവർ, ആരാധനായ ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ, പൂജനീയനായ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിജി, ശ്രീ NM പിയേഴ്സൺ അവർ, ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികൾ, ശ്രീ ഹൈബി ഈഡൻ MP, ശ്രീ TJ വിനോദ് MLA, ശ്രീ ഹാരിസ് ബീരാൻ MP അവർ, ശ്രീമതി PV മിനി അവർ, ശ്രീ MV ബെന്നി അവർ, ഇന്നത്തെ താരമായ നമുക്കേവർക്കും പ്രിയങ്കരനായ K സുധാകരൻ MP അവർ, ശ്രീ N സുഗതൻ അവർ. നമുക്കറിയാം ഇന്ന് MK രാഘവൻ വക്കീൽ പുരസ്കാരദാന ചടങ്ങാണ്. ഒരു കാലഘട്ടത്തെ കരുപിടിപ്പിക്കുന്നതിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ച മഹാത്മാവാണ് MK രാഘവൻ വക്കീൽ. ജീവിതശുദ്ധിയും അത് ആത്മാർത്ഥതയും അർപ്പണമനോഭാവവും ത്യാഗസന്നദ്ധതയും കരുത്തും എല്ലാം കൊണ്ട് ഒരു ജനതയുടെയാകെ മനസ്സിൽ നിത്യമുദ്രിതമായി തീർന്ന പേരാണ് MK രാഘവൻ വക്കീൽ. അദ്ദേഹം പന്തീരായിരപ്പടയുടെ കൊച്ചി തുറമുഖ തൊഴിലാളി യൂണിയൻ്റെ സ്ഥാപക നേതാവും മരണം വരെ അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, അതുപോലെ തന്നെ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിരുന്നു, SN ട്രസ്റ്റ് സെക്രട്ടറി ആയിരുന്നു, SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു, SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, അഖിലേന്ത്യാ പിന്നോക്ക സമുദായ സംഘടനകളുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു, അധസ്ഥിത ജനകോടികളുടെ പടനായകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുക, ഇന്ത്യയുടെ ബഹുസ്വരതയും ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും എല്ലാം നിലനിൽക്കണമെങ്കിൽ ഭൂരിപക്ഷ ഭരണം ഇവിടെ ഉണ്ടാകണം. അധികാരത്തിൽ നിന്നും ആട്ടിപ്പായിച്ചു ദൂരെ നിർത്തിയിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം കിട്ടണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ച നേതാവായിരുന്നു രാഘവൻ വക്കീൽ. അദ്ദേഹം ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഏകോപനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ 2 പ്രാവശ്യം ഞാൻ പാണേക്കാട് എന്ന മഹാനായ തങ്ങളെ സന്ദർശിക്കാൻ പോയ സന്ദർഭത്തിലുണ്ടായി. അദ്ദേഹം രാഘവൻ വക്കീലെ തലകുനിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ മാത്രമേ. അദ്ദേഹം അനുസരിച്ചിട്ടുള്ളത്, കണ്ണും പൂട്ടി അനുസരിച്ചിട്ടുള്ളത് സഹോദരൻ അയ്യപ്പനെ മാത്രമാണ്. ആ രാഘവൻ വക്കീലിൻ്റെ പേരിൽ ശ്രീനാരായണ സേവാ സംഘം ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരത്തിന് അർഹതയായത് MLA, മന്ത്രി, അതുപോലെ തന്നെ MP എന്നുള്ള നിലയിലെല്ലാം
ത്യാഗോജ്വലമായ പ്രവർത്തനത്തിനുടമയായ ശ്രീ കെ സുധാകരൻ MP അവർകളെയാണ്. അത് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ NM പിയേഴ്സണി, ശ്രീ MV ബെന്നി, ശ്രീമതി ഡോക്ടർ S ലാലിമോൾ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തത്. ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ഈ കിരാത ശക്തികളോട് ഏറ്റുമുട്ടി നിശ്ചയദാർഢ്യത്തോട് നിലകൊണ്ട ഒരു നേതാവ്, സ്വാർത്ഥത വെടിഞ്ഞ് ത്യാഗസുരഫലമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് കെ സുധാകരൻ എന്ന് ഞങ്ങൾക്കറിയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഈ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കുന്നതിൽ തെല്ലും ഞങ്ങൾക്ക് സങ്കോചമുണ്ടായിരുന്നില്ല, അഭിമാനമുള്ളത്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, ഒരുപടി കാര്യങ്ങൾ പറയാൻ. ഇത് പറയുമ്പോൾ ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ ഏകോപനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് തന്നെ ഇരുന്ന് സംസാരിക്കുകയാണ്. വല്ലാത്തൊരു അപകടം പിടിച്ച സംഗതിയാണ്. നമുക്കറിയാം, മുസ്ലിം സമുദായം ഈ രാജ്യത്ത് ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശത്തിനു വേണ്ടി, സംവരണത്തിന് വേണ്ടി നിതാന്തമായ പോരാട്ടം നടത്തിയ മഹത്തായ പാരമ്പര്യമുള്ള മുസ്ലിം സമുദായം. ചിറയൻകീഴിൽ തോറ്റ മഹാനായ R ശങ്കർ പോയത് കണ്ണൂരിൽ നിന്ന് മത്സരിക്കുമ്പോൾ R ശങ്കറിനെ തോളിലേറ്റി വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച സമുദായം മുസ്ലിം സമുദായം. ആ മുസ്ലിം സമുദായത്തെ സംഘപരിവാർ ശക്തികളുടെ ഏജൻ്റായി നിന്നുകൊണ്ട് ആ സമുദായത്തെ ഭത്സിക്കുകയും അപകീർത്തിക്കുകയും എല്ലാം ചെയ്യുക. ഈ നാവ്, ഞാൻ പ്രത്യേകിച്ച് ഈ നാവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 96% മുന്നോക്ക വിഭാഗങ്ങളായ ആളുകൾ അവിടെ ഉദ്യോഗക്കാരുണ്ടായിരുന്നപ്പോൾ ഒരു 10% കൂടെ സംവരണം ഏർപ്പെടുത്തിയ സന്ദർഭത്തിൽ, ഈ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ സന്ദർഭത്തിൽ ആ നാവ് അനങ്ങിയില്ല എന്നുള്ളതാണ്. EWS 10% സവർണ സംവരണം, ഒരു സാമ്പത്തിക സംവരണം എന്നല്ല, സവർണ സംവരണം ഏർപ്പെടുത്തിയ സന്ദർഭത്തിൽ ഈ നാവ് പൊന്തിയില്ല എന്നുള്ളതാണ്. ഇന്ന് പുന്നല ശ്രീകുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ശബരിമലയെക്കുറിച്ച്. ഞാൻ വിസ്താരഭയത്താൽ അതൊന്നും പറയുന്നില്ല. അപ്പോൾ ദിശ മാറി സഞ്ചരിക്കുകയാണ് ശ്രീനാരായണ പ്രസ്ഥാനം എന്നുള്ളതറിയണം. അവിടെയാണ് ഈ സമ്മേളനത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഇവിടെ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം അനിവാര്യമാണ്. അത് ക്ഷിപ്രസാധ്യമല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ ഭാസുരമായ ഭാവിക്ക് അത് അനുപേക്ഷണീയമാണ്. ഇന്നും അധികാരത്തിൻ്റെ പുറംപോക്കിൽ ആട്ടിപ്പായിച്ച് നിലനിർത്തിയിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം ലഭ്യമാകണമെങ്കിൽ, ഈ രാജ്യത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യം കരഗതമാകണമെങ്കിൽ നമുക്ക് ഈ ഒരൈക്യം അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ചിന്താശക്തിയുള്ള യാതൊരാൾക്കും സന്ദേഹമുണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഈ സമ്മേളനത്തിൻ്റെ സവിശേഷത. ആരാധ്യനായ പാണക്കാട്ട് തങ്ങളവർകളെ ഈ സമ്മേളനത്തിൽ വന്ന് പുരസ്കാരദാനം നിർവഹിക്കാൻ അദ്ദേഹം തന്നെ വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതും അദ്ദേഹത്തോട് അപേക്ഷിച്ചതും എല്ലാം ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ്. സഹോദരൻ സ്ഥാപിച്ച സംഘടനയാണ് ശ്രീനാരായണ സേവാ സംഘം. ആ ബാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. ഞാനത് ദൗത്യത്തിലേക്ക് കിടക്കുക. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന പ്രേമേന്ദ്രൻ വക്കീൽ ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. അരനൂറ്റാണ്ടിലേറെക്കാലം ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് നിലയുറപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ശ്രീ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ്, സംസ്ഥാന പ്രസിഡൻ്റ് ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രവർത്തിക്കുന്നത് മാത്രം പറയണമെന്നും പറയണത് പ്രവർത്തിക്കണമെന്നും നിർബന്ധമുള്ള നേതാവ്. അദ്ദേഹം വാക്കുകൾ ആരെയും വേദനിപ്പിക്കരുതെന്നും ആർക്കും അസ്വസ്ഥതയുണ്ടാകരുതെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആ വിനയവും ലാളിത്യവും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ള വ്യക്തിത്വം, സംസിദ്ധമായ ഒരു ജീവിത ചര്യയിലൂടെ ഈ സമൂഹത്തിൻ്റെ ആകമാനം ആദരവിന് പാത്രീഭൂതമായ ധന്യചരിതനാണ് അദ്ദേഹം. വിസ്താരഭയത്താൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. നമുക്കറിയാം, അറബിക് കോളേജുകളുടെ എല്ലാം പ്രസിഡൻ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നിരവധി സ്ഥാനത്ത് അവരോധിതനായിക്കൊണ്ട് അത് സ്തുത്യർഹമായി ആ സ്ഥാനമെല്ലാം ചുമതലകൾ പോരുന്ന അദ്ദേഹത്തെ ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ ആദരവോടെ ഈ സമ്മേളനത്തേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അടുത്തത് പരമപൂജനീയനായ
ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ. ശ്രീനാരായണ ധർമ്മവിശ്വാസികളുടെ നേതാവാണ് അദ്ദേഹം അബദ്ധസഞ്ചാരത്തിന് ആരെയും പ്രേരിപ്പിക്കുന്നില്ല. നേരെ ദിശയിലൂടെ പോകണമെന്നും ശ്രീനാരായണ ഗുരു പറഞ്ഞത് അനുസരിക്കണമെന്നും അതിനുവേണ്ടി ആഗോളതലത്തിൽ എത്രയെത്ര സമ്മേളനങ്ങൾ വത്തിക്കാനിൽ, UAE-യിൽ, ബഹറിനിൽ, ഓസ്ട്രേലിയയിൽ, അതുപോലെ തന്നെ പല ദേശാന്തരങ്ങളിൽ പലയിടത്ത് റഷ്യയിൽ നടക്കാൻ പോവുകയാണ്. ആ സമ്മേളനത്തിൽ പുടിൻ റഷ്യൻ പ്രസിഡന്റ് പങ്കെടുക്കാൻ പോകും. 100 സമ്മേളനങ്ങൾ ദേശാന്തരങ്ങളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്വാമിജി ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ധർമ്മവിശ്വാസികളുടെ ആധ്യാത്മിക ആചാര്യനാണ്. ഇവിടെ ആരോ പറഞ്ഞ് ഈഴവർക്ക് ആചാര്യനില്ലെന്ന്. ശ്രീനാരായണീയർക്ക് ആചാര്യനുണ്ട്. ആരെയും വകവയ്ക്കാത്തവരാണ് അങ്ങനെ ശ്രീനാരായണീയരുടെ പൂജനീയനായ ആചാര്യനാണ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ. ഒരു നവോത്ഥാന നായകനായി തിന്മകൾക്കെതിരെ, സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ ധീരോദാത്തമായ പോരാട്ടം നടത്തുന്ന ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിജിയെ ആദരപൂർവ്വം, ഭക്ത്യാദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ശ്രീ NM പിയേഴ്സൺ അവർകൾ ഈ സഹോദരൻ മാസികയുടെ ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ ജിഹയായ സഹോദരൻ മാസികയുടെ ചീഫ് എഡിറ്ററാണ് അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ഇന്ന് കേരളീയ സമൂഹത്തിൽ നേരെന്ന് പറയുന്ന നേരെ ദിശയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചിന്തകനും അതുപോലെ സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമൊക്കെയാണ്. ശ്രീ NM പിയേഴ്സൺ അവർകളെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുക. നമ്മുടെ ഊർജ്ജസ്വലനായ MP, നമ്മളോടൊപ്പം ഉറ്റമിത്രമായ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഉറ്റമിത്രമായ MP ശ്രീ ഹൈബിയുടെ നിരവധി പരിപാടികളുണ്ടായിട്ടും ഈ സാന്നിധ്യത്തിൽ അദ്ദേഹം കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് വന്നെത്തിച്ചേർന്ന ഹൈബിയുടെ MP അവരുടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുക. എറണാകുളത്തിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ TJ വിനോദ് അവർകൾ, അദ്ദേഹം തിരക്കിട്ട പരിപാടികളുടെ ഇടയിലാണ് ഇവിടെ വന്നെത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. മാതൃഭൂമി പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയുടെ വൈസ് പ്രസിഡൻറ്റ് ശ്രീമതി PV മിനി സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് ധന്യമാക്കുകയാണ്. ശ്രീമതി PV മിനി അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുക. ശ്രീ MV ബെന്നി, സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും മുൻ സെക്രട്ടറിയും അതുപോലെ തന്നെ പത്രപ്രവർത്തകനും എഴുത്തുകാരനും ശ്രീനാരായണ സഹോദരൻ മാസികയുടെ പത്രാധിപ സമിതി അംഗവുമായ ശ്രീ MV ബെന്നി അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. എല്ലാറ്റിലും ഉപരി ഇന്നത്തെ താരമായിട്ടുള്ള K. സുധാകരൻ, നമുക്കറിയാം അദ്ദേഹം രാഘവൻ വക്കീലൻ്റെ ധീരത, രാഘവൻ വക്കീലൻ്റെ കർമ്മകുശലത, സഹോദരൻ അയ്യപ്പൻ്റെ പൈതൃകം ഏറ്റുവാങ്ങി പ്രവർത്തിക്കുന്ന മഹാവ്യക്തിത്വമാണ് ശ്രീ സുധാകരൻ. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഞങ്ങളാരും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സല്ല, പക്ഷേ വളരെ വേദന തോന്നി എന്ന് പറഞ്ഞ് ഇതിനേക്കാളും മാന്യമായ അദ്ദേഹത്തോട് പെരുമാറാമായിരുന്നു എന്ന് തോന്നി. ഒരു കാര്യം, കോൺഗ്രസ്സിൽ ഈ ഈഴവരഹിതമായൊരു കോൺഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതായി തോന്നുകയാണ്. അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ കനത്ത വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഒരു സന്ദേഹവുമില്ലാത്തതാണ്. ഈ സന്ദർഭത്തിലാണെങ്കിലും അതൊന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രീ ഹാരിസ് ബീരാൻ MP, അദ്ദേഹം ഇവിടെ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ വിസ്താരഭയത്താൽ ഞാൻ കൂടുതൽ പറയില്ല. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുക. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, ജില്ലാ പ്രസിഡൻറ്റും സെക്രട്ടറിയും എല്ലാം ഈ വേദിയിലുണ്ട്. അവരെല്ലാ പേരെയും ശ്രീ K. സുധാകരൻ അവർകൾ, അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ, ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ പേരിൽ, ശ്രീനാരായണ ധർമ്മവിശ്വാസികളുടെ പേരിൽ അഭിമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. നിങ്ങൾക്ക് ഈ സദസ്സ് ധന്യമാക്കുന്ന എല്ലാവരെയും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളും.
അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീനാരായണ സേവാ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് NT പ്രേമചന്ദ്രനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംപൂജ്യനായ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും പുരസ്കാരദാനം നിർവഹിക്കുകയും ചെയ്യുന്ന സമാരാധ്യനായ പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇന്നത്തെ MK രാഘവൻ വക്കീൽ അവാർഡിന് അർഹനായിട്ടുള്ള നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ K സുധാകരൻ MP, ശ്രീ NM പിയേഴ്സൺ, ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികൾ, ശ്രീ ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA, K ബാബു MLA, ശ്രീമതി PV മിനി, ശ്രീ MV ബെന്നി, ശ്രീനാരായണ സേവാ സംഘം ട്രഷറർ ശ്രീ N സുഗതൻ, ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, മാന്യമിത്രങ്ങളെ, ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗം ചെയ്യുവാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. ശ്രീനാരായണ സേവാ സംഘം 1944 കൊച്ചി SNDP യോഗത്തിൻ്റെ ഒരു വിശേഷാൽ പൊതുയോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ SNDP യോഗത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന സഹോദരൻ അയ്യപ്പനെ ഈ സംഘം രൂപീകരിക്കുന്നതിന് ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുൻകൈയെടുത്ത് രൂപീകരിച്ച ഒരു സംഘമാണ്. ഒരു ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. ഒരു മുൻ യോഗം പ്രസിഡൻ്റ് SNDP യോഗത്തിൻ്റെ അതേ ഉദ്ദേശ ലക്ഷ്യങ്ങളും പ്രവർത്തന ലക്ഷ്യവുമായി ഒരു സംഘടന രൂപീകരിക്കുന്നതിന് SNDP യോഗത്തിൻ്റെ തന്നെ കൊച്ചി സംസ്ഥാനത്തെ ഒരു യോഗം, വിശേഷാൽ പൊതുയോഗം തീരുമാനിച്ചതിന് വലിയ അർത്ഥമുണ്ട് എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നു. കാരണം SNDP യോഗത്തിൻ്റെ ലക്ഷ്യം ശ്രീനാരായണ ഗുരുധർമ്മം പ്രചരിപ്പിക്കുകയും ശ്രീനാരായണ ധർമ്മത്തിലും ആദർശത്തിലും അധിഷ്ഠിതമായിട്ടുള്ള സർവ്വസമുദായ മൈത്രി പുലർത്തുന്നതിനും അതനുസരിച്ചുള്ളൊരു സാമൂഹ്യ സൃഷ്ടിയാണ്. എന്നാൽ SNDP യോഗത്തിൻ്റെ 30 വർഷം മുമ്പുള്ള നേതാക്കന്മാരെല്ലാം ആ രീതിയിൽ പ്രവർത്തിച്ച് ആ രീതിയിൽ ഈ കേരളത്തെ മറ്റ് ഭാരതത്തിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള ആ പേര് അന്വർത്ഥമാകുന്ന രീതിയിൽ സർവ്വസമുദായ മൈത്രി പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ പാത പിന്തുടരുന്ന SNDP യോഗത്തിൻ്റെ ധർമ്മഭടന്മാരാണ്. ഞാൻ ഏതാണ്ട് 50 വർഷത്തിലേറെയായി SNDP യോഗ രംഗത്ത് പ്രവർത്തിക്കുന്നു. 23 വർഷത്തോളമായി ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നു. ഈ ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ ഭാരവാഹികളായിരുന്ന 8 പേർ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റുമാരായിരുന്നവരാണ്. CR കേശവൻ വൈദ്യർ, പ്രൊഫസർ PS വേലായുധൻ, KT അച്യുതൻ, KK വിശ്വനാഥൻ വക്കീൽ, MK രാഘവൻ, KA വേലായുധൻ തുടങ്ങി ഡോക്ടർ KK രാഹുലൻ, AS പ്രതാപ് സിംഗ് തുടങ്ങിയിട്ടുള്ളവരെല്ലാം SNDP യോഗത്തിൻ്റെ പ്രസിഡന്റുമാരായിരുന്നു. ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ ഭാരവാഹികളായിരുന്നു. അപ്പോൾ SNDP യോഗവും ശ്രീനാരായണ സേവാ സംഘവുമായി പ്രവർത്തനത്തിൽ നല്ല ബന്ധമുണ്ട്. ഒരു സംഘടന പോലെ പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ. പക്ഷേ ഈ അടുത്ത കാലത്തുള്ള പ്രവർത്തനത്തിലെല്ലാം ഞങ്ങൾക്ക് വൈമുഖ്യവും വിദ്വേഷവും എതിർപ്പുമുണ്ട്. യോഗത്തോടല്ല, യോഗത്തിൻ്റെ നേതൃത്വത്തോട്. അത് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൻ്റെ പോക്കിൽ അസന്തുഷ്ടരായിട്ടുള്ള ഞങ്ങൾ യോഗത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് MK സാനുമാഷ മുൻനിർത്തി പ്രവർത്തിക്കുകയും കോടതിയിൽ കേസ് കൊടുക്കുകയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് SNDP യോഗത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഇടതുപക്ഷ സർക്കാരിൻ്റെ അധിനിവേശമുണ്ടായപ്പോൾ അതിനെതിരെ കേസ് കൊടുക്കുന്നതിനും അതിനെതിരെ ഈ പ്രക്ഷോഭം നടത്തുന്നതിനുമെല്ലാം ശ്രീനാരായണ സേവാ സംഘം മുൻപന്തിയിലുണ്ടായിരുന്നു. 8 വർഷം ദീർഘിച്ച സമരപരിപാടികൾക്ക് അന്ത്യമായിട്ടാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ഭരണം അതിൻ്റെ ഭരണാധികാരികളെ തിരിച്ചേൽപ്പിച്ചത്. അതുപോലെയുള്ള പ്രവർത്തന പാന്താവിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി SNDP യോഗത്തിൻ്റെ
ഭാഗത്തു നിന്നും ഉണ്ടാകാൻ വയ്യാത്ത ചില സംഭവങ്ങൾ ഉണ്ടായത് സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച്. അതിലൊന്ന് മലപ്പുറം ജില്ലയെ ചൂണ്ടിക്കൊണ്ടാണ്. അതിൽ ഞങ്ങൾക്ക് അതിയായ വേദനയുണ്ട്. കാരണം മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നവരും മട്ടാഞ്ചേരിയിൽ താമസിക്കുന്നവരും കൊച്ചിയിൽ താമസിക്കുന്നവരും ചിറയൻകീഴ് താമസിക്കുന്നവരും വർക്കലയിൽ താമസിക്കുന്നവരുമെല്ലാം ഒരേ രീതിയിലുള്ള ആളുകളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അവർ വ്യത്യസ്ത മതം അവരനുഷ്ഠിക്കുന്നുണ്ട്, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും അവരെ ഒന്നും വ്യത്യസ്തമായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ചില അസൂയയുടെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു ഗൂഢലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് മലപ്പുറത്ത് ആരംഭിച്ചത്. അത് ചിട്ടയോടുകൂടെ പാകപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരു പ്രചരണ ഉപാധിയാണ്. അതിനുശേഷം പലയിടങ്ങളിലും അത് ആവർത്തിച്ചു. അത് മലപ്പുറത്ത് മുസ്ലിങ്ങൾക്കെതിരെ ആയിരുന്നുവെങ്കിൽ കോട്ടയത്ത് ക്രിസ്ത്യാനികൾക്കെതിരെയാണ്. ശ്രീനാരായണ ധർമ്മം പരിപാലിക്കുന്ന ഒരു സംഘടനയ്ക്ക് അത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ സാധിക്കുകയില്ല. അതിൽ ഞങ്ങൾക്ക് അമർഷമുണ്ട്. ഞങ്ങൾ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആളുകളെ പ്രേരിപ്പിച്ചതിൻ്റെ പ്രധാന കാരണം എന്താണെന്നുള്ളത് കൂടി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും അതിനോടനുബന്ധമായിട്ടുള്ള മറ്റു സംഘടനകളുമെല്ലാം വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നിലവാരം പുലർത്തുന്നു. SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം, SN ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് 20 ഉന്നത ഫസ്റ്റ് ഗ്രേഡ് കോളേജുകളുണ്ട്. ഇന്ന് ആ കോളേജുകളുടെ എല്ലാം സ്ഥിതി പരമദയനീയമാണ്. ഉന്നത നിലവാരം ഒരു കോളേജും പുലർത്തുന്നില്ല. 1995 മുഖ്യമന്ത്രി AK ആൻ്റണി ആദ്യമായി, അതുവരെ പൊതുമേഖലയിൽ മാത്രം സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചിരുന്ന സർക്കാർ ആദ്യമായി പ്രൈവറ്റ് സെക്ടറിൽ പ്രൈവറ്റ് കോളേജുകൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കാൻ തീരുമാനിച്ചു. SNDP യോഗവും 1995 വരെ ഒരു മെഡിക്കൽ കോളേജിനും 2 എഞ്ചിനീയറിംഗ് കോളേജിനും വർഷങ്ങളായി അപേക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ആൻ്റണി സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ SNDP യോഗം തീരുമാനിച്ചു അപേക്ഷ കൊടുക്കേണ്ടതില്ല എന്ന്. മെഡിക്കൽ കോളേജ് നടത്തിയാൽ 13 കോടി ഉറുപ്പിക റിക്കറിംഗ് ലോസ് ഉണ്ടാകും. എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയാൽ 4.5 കോടി ഉറുപ്പിക നഷ്ടമുണ്ടാകും. അതുകൊണ്ടൊരു നഷ്ടക്കച്ചവടമായി കണ്ടുകൊണ്ട് ഒരു കോളേജിനും അപേക്ഷ കൊടുത്തില്ല. അതേസമയം കഷ്ടപ്പെട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും MESഉം ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ടവരുമെല്ലാം കേരളത്തിലെമ്പാടും എഞ്ചിനീയറിംഗ് കോളേജിന് അപേക്ഷ സമർപ്പിച്ചു. 37 എഞ്ചിനീയറിംഗ് കോളേജുകൾ മുസ്ലിം സമുദായത്തിൻ്റേതായിട്ടുണ്ട്. 5, 5, 6 മെഡിക്കൽ കോളേജുകൾ അവരുടേതായിട്ടുണ്ട്. SNDP യോഗത്തിനും SN ട്രസ്റ്റിനും കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജില്ല, ഒരു മെഡിക്കൽ കോളേജില്ല. ഞാൻ SN ട്രസ്റ്റിൻ്റെ ഭാരവാഹിയായിരുന്ന കാലത്ത് ശങ്കേഴ്സ് ആശുപത്രി മെഡിക്കൽ കോളേജാക്കി മാറ്റുന്നതിന് വേണ്ടുന്ന പ്ലാൻ സമർപ്പിച്ചുകൊണ്ട് 7 നിലയിലുള്ള ഹോസ്പിറ്റൽ കോംപ്ലക്സിന് വേണ്ടുന്ന പ്ലാൻ സമർപ്പിച്ച് ആ പ്ലാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് പാസ്സാക്കി അത് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടുന്ന ബാങ്ക് നിക്ഷേപവുമായി ആ കെട്ടിടം പണി ഏറ്റവും പ്രമുഖരായിട്ടുള്ളൊരു ആർക്കിടെക്റ്റ് KG സുകുമാരൻ ആർക്കിടെക്ട്സിനെ ഏൽപ്പിച്ചു. പക്ഷേ അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത വ്യക്തി അതിനപേക്ഷ കൊടുത്തില്ല. ഇന്നിപ്പോൾ കൊതികുത്തുകയാണ്. മുസ്ലിം സമുദായത്തിന് ഇത്രയും കോളേജുകളുണ്ടായി, അവർ എഡ്യൂക്കേഷൻ രംഗത്ത് ഉന്നത നിലയിലെത്തുന്നു, അവർ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നിലവാരം പുലർത്തുന്നു, അവരുടെ കുട്ടികൾക്കെല്ലാം ഉദ്യോഗം ലഭിക്കുന്നു, അവർ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലേക്ക് പ്രവേശിക്കുന്നു. അതിൽ അസൂയപ്പെട്ടിട്ടൊരു കാര്യവുമില്ല. സ്വന്തം പ്രവൃത്തിദോഷം മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു വിദ്വേഷ പ്രസംഗവുമായി വന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അത് മറ്റു പലർക്കും അറിയാത്തത് കൊണ്ട് ഞാനതിവിടെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർവ്വസമുദായ മൈത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണിത്. MK രാഘവൻ വക്കീലും ആ രീതിയിലാണ് ഞങ്ങളെ ഇതിലേക്ക് നയിച്ചത്. രാഘവൻ വക്കീലായിരുന്നു ഞങ്ങളെ ഭരണം ഏറ്റെടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഭാരവാഹിയായിരുന്നത്. MK രാഘവൻ വക്കീൽ പ്രസിഡന്റും സാനു മാഷ് സെക്രട്ടറിയുമായിരുന്ന അവരിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ പൈതൃകം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ സഹോദരൻ്റെയും ഗുരുവിൻ്റെയും പാതയിൽ സഞ്ചരിക്കുന്ന MK രാഘവൻ വക്കീലിൻ്റെ നാമധേയത്തിലുള്ള ഈ അവാർഡ് ഇന്ന് കൊടുക്കുന്നതിന് ഞങ്ങൾ ഇവിടെ ഒരു കമ്മിറ്റി കൂടുകയും ആ കമ്മിറ്റി അതിൽ
ശ്രീ കെ സുധാകരനെ അതിനെ കണ്ടെത്തുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടായി. കാരണം ഇവർ തമ്മിൽ വളരെ സമാനതകളേറെയാണ്. സുധാകരനും എം കെ രാഘവൻ വക്കീലും സമാനതകൾ ഏറെയുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നത്, എതിരാളികളോട് മല്ലിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആയിരുന്നു രാഘവൻ വക്കീൽ. കൊച്ചിയിലെ 16,000-ൽപ്പട കൊച്ചി തുറമുഖ തൊഴിലാളി യൂണിയൻ്റെ നേതാവായി അദ്ദേഹം അത് സ്ഥാപിച്ചത് മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ സംഘത്തിൽ ഏറിയ ഭൂരിപക്ഷം ആളുകളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ഇതര സമുദായത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാം ആ അനുഭവമുള്ളതാണ്. ഈ സമീപത്ത് ഇത് മുൻവശത്ത് കാണുന്ന കെട്ടിടത്തിലാണ് രാഘവൻ വക്കീലിൻ്റെ അവസാന കാലത്ത് എല്ലാ ദിവസവും അദ്ദേഹം വന്നിരുന്നത്. എന്തോരം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അദ്ദേഹത്തെ കാണുന്നതിന് വന്നിരുന്നത്. അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള രാഘവൻ വക്കീൽ ഈ എതിരാളികളോട് ഇങ്ങോട്ട് എങ്ങനെ നിൽക്കുന്നു ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. അതുതന്നെയാണ് ശ്രീ കെ സുധാകരനുമുള്ളത്. എന്താടാ എന്ന് ചോദിച്ചാൽ തിരിച്ച് അതേ രീതിയിൽ തന്നെ ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. എവിടെയും എങ്ങനെയും അദ്ദേഹത്തെ ഒതുക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് തൻ്റെ ആധിപത്യം സ്ഥാപിക്കുവാനും തന്നോടൊപ്പം നിൽക്കുന്നവരുടെ ആദർശം പരിരക്ഷിക്കുവാനും അവരുടെ ആത്മാർത്ഥതയും അവരെയെല്ലാം സംരക്ഷിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ നിലയിലെത്തിയത്. നേരത്തെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ച രാജൻ ഈഴവരെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ ഈഴവമുക്ത രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ പ്രധാന കാരണക്കാരനാരാണ്? ഈഴവർ പൊതുരംഗത്തുനിന്ന് ഇല്ലാതായതിൻ്റെ പ്രധാന കാരണക്കാരനാരാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. VM സുധീറിനെതിരെയും വയലാർ രവിക്കെതിരെയും അതുപോലെയുള്ള ഉന്നതരായിട്ടുള്ള CV പത്മരാജൻ തൊട്ട് വക്കം പുരുഷോത്തമൻ വരെയുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് ആരാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ കെ സുധാകരനെ KPCC പ്രസിഡൻ്റാക്കി തിരഞ്ഞെടുത്തപ്പോൾ അതിനെതിരെ ഒരു പ്രതികരണം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. KPCC ചിഹ്ന ഭിന്നമായി പോവും. ആയോ? അദ്ദേഹം ഏറ്റെടുത്തതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും UDF വിജയിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവാണ്. അങ്ങനെ അദ്ദേഹത്തെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഒരു രീതിയിലുണ്ടായി. എല്ലാവരെയും ചെറുതും വലുതുമായ എല്ലാ നേതാക്കന്മാരെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞാനും എൻ്റെ മകനും എൻ്റെ ഭാര്യയും മാത്രമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണ് SNDP യോഗത്തിന് ഈഴവ സമുദായത്തിനും ഇന്നത്തെ ഗതികേടുണ്ടായത്. അത് നാം തന്നെ പരിഹരിക്കണം. മറ്റാർക്കും അത് സാധിക്കുകയില്ല. ഇന്നത്തെ സ്ഥിതിയിൽ ഈഴവ കാൻഡിഡേറ്റ് ആയിരുന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗവും പ്രവൃത്തിയും കണ്ടാൽ മുസ്ലിം സമുദായം വോട്ട് ചെയ്യില്ല, ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യില്ല. നായരീഴവ ഐക്യം ഉണ്ടാക്കാൻ പോയി അത് പൊളിഞ്ഞതിന് ശേഷം നായന്മാരെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് അവസാനിച്ചിട്ടുണ്ട്. അത് വേറെ ആളുകളുടെ ഇടപെടൽ കൊണ്ടായിരിക്കാം. ഏതായാലും ഈ രീതിയിൽ ഉള്ള പ്രവർത്തനം ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സംഘടനയ്ക്ക് ഒട്ടും അഭികാമ്യമല്ല എന്നും അതിന് നാം വേറെ മാർഗം കണ്ടെത്തണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനവും നമുക്ക് തുടർന്ന് നടത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഈ അവാർഡ് കൊടുക്കുന്നതിന് ഞങ്ങൾ കണ്ടെത്തിയത് ഈ അവാർഡിനെ പോലെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അവാർഡ് കൊടുക്കുന്ന ആളിൻ്റെ വ്യക്തിത്വവും. ആ വ്യക്തിത്വമുള്ള ഒരാളെ ഞങ്ങൾ തേടിപ്പിടിച്ചിട്ട് ഇന്ന് ഈ കേരളക്കരയിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെയാണ്. പരിശുദ്ധിയുള്ള ജീവിതം, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നത്, അനുയായികൾക്ക് വേണ്ടി അനുയായികളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. ഇന്നത്തെ കേരളത്തിൽ അദ്ദേഹത്തിന് വലിയ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അത് അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവാർഡിന് കൊടുക്കുന്നതിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചതിന് ഞങ്ങൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്കുള്ള എല്ലാ ആദരവും ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹത്തോട്. ഒത്തിരി വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. ശിവഗിരി സച്ചിദാനന്ദ സ്വാമി ശിവഗിരി മഠാധിപതിയാണ്. ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം ആയിട്ടാണ് ഞങ്ങൾ ശിവഗിരിയെ ശ്രീനാരായണ ഗുരുവെ കാണുന്നത്. ഗുരുവിൻ്റെ
ജീവിച്ചിരിക്കുന്ന പ്രതിപുരുഷനായിട്ടാണ് സച്ചിദാനന്ദ സ്വാമിയെ ഞങ്ങൾ കാണുന്നതും അദ്ദേഹത്തെ ആദരിക്കുന്നതും. അദ്ദേഹം ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് ഈ യോഗത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഒത്തിരി മഹത് വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമുക്കൊന്നായി പോകാം. ഈ കേരളം ഒരിക്കലും മോശപ്പെട്ട രീതിയിലേക്ക് പോവുകയില്ല. ഇത് ഗുരു സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ ഒരാളും നിഷേധിക്കുകയില്ല. മാതൃഭൂമിയും മനോരമയുമെല്ലാം പല കാര്യങ്ങളിലൂടെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2000 ആണ്ടോടുകൂടിയുള്ള അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ ഗുരുവിനെയാണ് ഏറ്റവും വിശിഷ്ട വ്യക്തിയായി കേരളം കണ്ടിട്ടുള്ളത്. അങ്ങനെ ഉള്ളൊരു വ്യക്തി സ്ഥാപിച്ച ആ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണക്കാരായിട്ടുള്ള നമുക്ക് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ശ്രീനാരായണ സേവാസംഘം അണുവിട ചലിക്കാതെ ഗുരുവിൻ്റെ പാതയിലൂടെ പോകുന്ന ആളുകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും തുടർന്നുണ്ടാകും. അതിന് യാതൊരു ഭംഗവും ഉണ്ടാകുകയില്ല എന്ന് മാത്രം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് കൂട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും പുരസ്കാരദാനം നിർവഹിക്കുന്നതും ആരാധ്യനായ ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്, സംസ്ഥാനത്തെ നിരവധി അറബി കോളേജുകളുടെ പ്രസിഡന്റ്, പൊളിറ്റിക്കൽ അഫെയർ കമ്മിറ്റി ചെയർമാൻ, സംശുദ്ധമായ ജീവിതചര്യയിലൂടെ സമൂഹത്തിൻ്റെ ആകെ സമാധാനങ്ങൾക്ക് പാത്രീഭൂതനായ ധന്യചരിതൻ, സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ കാരണങ്ങളാൽ അധികാരത്തിൽ നിന്നും ആട്ടിയകറ്റി അകലെ നിർത്തിയിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നതിന് വേണ്ടി അനസ്യൂതം പ്രവർത്തിച്ചു പോരുന്ന അനുപമ വ്യക്തിത്വം, ഭാരതത്തിൻ്റെ ബഹുസ്വരതയും മതേതരത്വവും ജനാധിപത്യവും ഊനം വരാതെ എന്നും നിലനിൽക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രതിജ്ഞാബദ്ധനായി നിഷ്കാമ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പ്രതിഭാധനൻ, പറയുന്നത് പ്രവർത്തിക്കണമെന്നും വാക്കും പ്രവൃത്തിയും ആരെയും വേദനിപ്പിക്കുന്നതാകരുതെന്നും നിഷ്ഠയോടെ പാലിക്കുന്ന കർമ്മയോഗി, സാമൂഹ്യ ഉന്നമനത്തിനും സമുദായ മൈത്രിക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാത്മാവ് ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിനെ ഏറെ ആദരവോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരദാനം നിർവഹിക്കുന്നത് ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ശ്രീ കെ സുധാകരൻ MP. സ്വഭാവശുദ്ധിയും കാര്യശേഷിയും അർപ്പണ മനോഭാവവും ആത്മാർത്ഥതയും സേവനസന്നദ്ധയും സമന്വയിപ്പിച്ച ആദർശ വ്യക്തിത്വം, അണികളിൽ ആവേശവും ആത്മവിശ്വാസവും നൽകി കർമ്മോത്സുകരാക്കുന്ന ജനനേതാവ്, കിരാതശക്തികളുടെ വേതാള ചേഷ്ടകൾക്ക് മുമ്പിൽ തരിമ്പും കൂസാതെ മുന്നേറിയ നിർഭയനായ രാഷ്ട്രീയ നേതാവ്, MLA, മന്ത്രി, MP തുടങ്ങി താൻ വ്യാപരിച്ച മേഖലകളിലെല്ലാം മികവിൻ്റെ മുദ്രയുയർത്താൻ കഴിഞ്ഞ ദിഷണാശാലി, സംഭവബഹുലമായ കർമ്മകാണ്ഡം കൊണ്ട് ജീവിതത്തെ ചാരിതാർത്ഥ്യമാക്കിയ മഹാരഥൻ, മലമറിഞ്ഞാലും അക്ഷോഭ്യനായി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന മനസാന്നിധ്യം സൂക്ഷിക്കുന്ന കുശാഗ്രബുദ്ധി ശ്രീ കെ സുധാകരൻ MP. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീനാരായണ സേവാ സംഘം പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ND പരമചന്ദ്രൻ അവർ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അവരുടെ ഇന്ന് ഇവിടെ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന നമുക്ക് പ്രിയങ്കരനും
ആദരണീയമായ ശ്രീ കെ സുധാകരൻ അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മത, സാമൂഹ്യ, രാഷ്ട്രീയ, വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട ബീഡൻ എം പി, ഹാരിസ് ബീരാൻ എം പി, ശ്രീ ടി ജെ വിനോദ് എം എൽ എ, കെ ബാബു എം എൽ എ, മാതൃഭൂമിയുടെ പ്രതിനിധി ശ്രീമതി പി വി മിനി, ശ്രീ എം പി ബെന്നി, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, ശ്രീനാരായണ സേവാ സംഘം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ശ്രദ്ധേയമായ ഈ പരിപാടി മഹാനായ ഒരു നേതാവിൻ്റെ നാമധേയം അന്വർത്ഥമാക്കുമാർ പുതിയ കാലഘട്ടത്തിലും അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്ന വഴികൾ, ആ വഴികളെ ഒന്നുകൂടി പുതിയ തലമുറക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ആണല്ലോ ഈ പരിപാടി ശ്രീനാരായണ സേവാ സംഘം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹാനായ എം കെ രാഘവൻ വക്കീൽ ഒരു കാലഘട്ടത്തിൻ്റെ ചൈതന്യവും ആയിരുന്നു അദ്ദേഹമെന്ന് സ്വാഗത പ്രസംഗത്തിൽ ശ്രീ പി രാജനും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പ്രേമചന്ദ്രനും അവരുടെ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയുണ്ടായി. രാഘവൻ വക്കീൽ എന്നുള്ള നാമധേയത്തിൽ അറിയപ്പെട്ട അദ്ദേഹം സാമൂഹ്യ സൗഹാർദ്ദ പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ മതേതരത്വം ശക്തിപ്പെടുത്തുന്നതിൽ, ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുന്നതിൽ, അതിലെല്ലാം ഉപരിയായി തൻ്റെ ജീവിതം സാധാരണക്കാർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ആ ഒരു വലിയ പ്രത്യേകതകൾ, അങ്ങനെയുള്ള നേതാക്കന്മാർ നമുക്കുണ്ടായി എന്നുള്ളതാണ് കേരളീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്നുള്ളത് കൂടി നമ്മുടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ പ്രകാശം സ്വീകരിച്ചുകൊണ്ടാണല്ലോ ശ്രീനാരായണ സേവാ സംഘം പ്രവർത്തിക്കുന്നത്. അപ്പോൾ മഹാനായ ഗുരുവിൻ്റെ ദർശനങ്ങൾ അത് കാലാതീതമായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹാമനീഷികളായ മഹത്തുക്കൾക്ക് ജന്മം നൽകുവാൻ കേരളത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ലോകത്തെവിടെ പോയാലും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള പരിപാടികളും അദ്ദേഹത്തെ അധികരിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നമുക്ക് കേൾക്കുവാൻ സാധിക്കാറുണ്ട്. ഇവിടെ ആദരണീയനായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വത്തിക്കാനിൽ മഹാനായ മാർപ്പാപ്പയുടെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. മഹാനായ പോപ്പ് മാർപ്പാപ്പ അന്ന് നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടൊരു പ്രസംഗത്തിൽ മഹാനായ ശ്രീനാരായണ ഗുരു സ്വാമികളുടെ മനുഷ്യത്വത്തെയും മനുഷ്യസ്നേഹത്തെയും അദ്ദേഹം മുന്നോട്ട് വച്ച സൗഹാർദ്ദത്തിൻ്റെയും എല്ലാ മതങ്ങളെയും ആദരിച്ചുകൊണ്ട് അദ്ദേഹം പുലർത്തിയ ജീവിത വിശുദ്ധിയോടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മാർപ്പാപ്പ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഗുരുവിനെക്കുറിച്ച് അറിയുന്നവരെല്ലാവരും തന്നെ ആ രീതിയിലാണ് സമൂഹത്തോട് തുറന്നു പറയാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട്
മഹാനായ ശ്രീനാരായണ ഗുരു സ്വാമികളെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള മഹത്തുക്കളുടെ, മഹാന്മാരുടെ ജീവിതമാർഗങ്ങളെ പിൻപറ്റുക എന്നുള്ളത് തന്നെയാണ് പുതിയ കാലഘട്ടത്തിലും നമുക്ക് ഏറെ അനുവർത്തിക്കുവാനുള്ളത്. അവരൊക്കെ ഉയർത്തിപ്പിടിച്ച മതേതരത്വം, മതസൗഹാർദ്ദം എന്നതുപോലെ തന്നെ വിഭാഗീയതകൾക്ക് അതീതമായി മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അത് വാക്കുകളിൽ ഒതുക്കുക മാത്രമല്ല, അത് പ്രവൃത്തികളിലൂടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുള്ള മഹാന്മാരാണ്. ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അകൽച്ചയുടെയും വിദ്വേഷത്തിൻ്റെയും ഗിരിപ്രഭാഷണങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലം കൂടിയാണല്ലോ ഇത്. ഇന്ത്യ എന്നുള്ളത്, ഇന്ത്യ മുറുകെ പിടിച്ച സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭൂതകാലം. നമുക്ക് വൈദേശികാധിപത്യത്തിനെതിരെ ഒറ്റക്കെട്ടായി മുന്നേറുവാൻ കഴിഞ്ഞത് മത, ജാതി, കക്ഷി ചിന്തകൾക്ക് അതീതമായി എല്ലാവർക്കും ഒരുമിച്ചിരിക്കുവാൻ കഴിഞ്ഞപ്പോഴാണ്. അവിടെ മുനിമാരും മഹർഷിമാരും സൂഫിവര്യന്മാരും മഠാധിപതികളും മതമേലധ്യക്ഷന്മാരും അവരെല്ലാവരും തങ്ങളുടെ അനുയായികളെ ഒരേ മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ, ദേശീയതയുടെ, സ്വാതന്ത്ര്യ ദാഹത്തിൻ്റെ മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ എല്ലാവരെയും ഒരുമിച്ചിരുത്തുവാൻ തയ്യാറായി. ആ മുന്നേറ്റം കണ്ട് ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ്, കാരണം ഇന്ത്യയെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തത്വം ഉപയോഗിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കാം എന്ന് ആശ വെച്ച് വന്നവർക്ക് ഞങ്ങൾ ഭിന്നിക്കാൻ ഒരുക്കമല്ല, ഞങ്ങളിതാ കൂടുതൽ കൂടുതൽ ചേർന്നിരിക്കുന്നു, ഞങ്ങൾക്കിടയിൽ ഒരു ഭിന്നതയും ഉണ്ടാക്കുവാൻ നിങ്ങളുടെ ആയുധങ്ങൾക്കോ നിങ്ങളുടെ ഭീഷണികൾക്കോ കഴിയുകയില്ല എന്ന് അന്നത്തെ സമൂഹം ഒറ്റക്കെട്ടായി വിളിച്ചു പറഞ്ഞു. അതാണ് ഇന്ത്യയുടെ ദേശീയതയുടെ ശക്തി എന്നുള്ളത്. ആ ശക്തിയെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിൻ്റെ ശക്തികൾ തയ്യാറായത്. ആ മടക്കം വാസ്തവത്തിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല അവർക്ക് മടങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് ഉള്ള തിരിച്ചുപോക്ക് പിന്നീട് സൂര്യനസ്തമിക്കാത്ത രാജ്യത്തിൻ്റെ പല കോളനികളുടെയും തളർച്ചയിലേക്കും തകർച്ചയിലേക്കുമാണ് അത് കൊണ്ടുപോയത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം മറ്റു പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വന്നു ബ്രിട്ടീഷ് ഭരണകൂടത്തിന്. ഇന്ന് യൂറോപ്യൻ യൂണിയനിൽ പോലും ഒരു പ്രത്യേകതയുമില്ലാതെ പ്രവർത്തിക്കേണ്ട സാഹചര്യമാണല്ലോ ബ്രിട്ടനുള്ളത്. അപ്പം അതിനെല്ലാം ഉള്ള നിയോഗം ഉണ്ടായ സാമ്രാജ്യത്വത്തെ തകർക്കുക എന്നുള്ളതിൻ്റെ നിയോഗത്തിൻ്റെ തുടക്കം കുറിക്കുവാൻ നമ്മുടെ മഹാരാജ്യത്തിന് സാധിച്ചു. അത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ്. ഇന്ന് നമുക്കിടയിൽ വിദ്വേഷവും അകൽച്ചയും പടർത്താൻ ശ്രമിക്കുന്നവർ അവരെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ അല്ല ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തെയാണ് അവരെല്ലാവരും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ ഈ പൈതൃകം എന്നുള്ളത് അതെല്ലാവർക്കും ഉള്ള പൈതൃകമാണ്. മഹാനായ സ്വാമി വിവേകാനന്ദജി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകത്തോട് തുറന്നു പറഞ്ഞ സത്യമതായിരുന്നു. ഇന്ത്യയുടെ പൈതൃകം, മതേതരത്വത്തിൻ്റെ പൈതൃകം, ബഹുസ്വരതയുടെ പൈതൃകം. ഞാൻ എൻ്റെ രാജ്യത്തെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ രാജ്യമായി വിലയിരുത്തുന്നു. അതിന് കാരണം
ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് എൻ്റെ ഇന്ത്യയിൽ ബഹുസ്വരതയുണ്ട് എന്നാണ് സ്വാമി വിവേകാനന്ദജി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെ ഷിക്കാഗോയിലെ ആ സദസ്സ് കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. കാരണം ആ സദസ്സിൽ പങ്കെടുത്തവരും അവർ പ്രതിനിധീകരിച്ച രാജ്യക്കാരും അവർക്ക് ഏതാണ്ട് ഒരേ സംസ്കാരത്തിൻ്റെയും ഒരേ മതത്തിൻ്റെയും ഒരേ വ്യവസ്ഥിതിയുടെയും ഒക്കെ പ്രതിനിധികളായിരുന്നു. എന്നാൽ വിവേകാനന്ദ സ്വാമിജി അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ഇന്ത്യയുടെ ബഹുസ്വരതയുടെ പ്രതിനിധിയായിരുന്നു. ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ, സിഖ്, ജൈന വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങൾ അവരെല്ലാവരും ഇന്ത്യയുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. അവരെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് വിവേകാനന്ദജി ആ സമ്മേളനത്തിൽ സംസാരിച്ചത്. അത് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു. നമുക്കിനിയും കാത്തു സൂക്ഷിക്കേണ്ടത് അതുതന്നെയാണ്. നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന്. അത് ഈ സംഘശക്തിയിലൂടെ അത് നമുക്ക് ശക്തിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ തൽപര നേട്ടങ്ങൾക്ക് വേണ്ടി അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് രാജ്യത്തെ തന്നെ തകർക്കുന്ന തരത്തിലായി പോകുമെന്ന് അത്തരക്കാരൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏതൊരു സമൂഹവും അവകാശങ്ങൾ നേടിയെടുക്കുന്നത് നിശബ്ദമായിരുന്നത് കൊണ്ടല്ല, അധ്വാനിച്ചുകൊണ്ട് തന്നെയാണ്. പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുക. പ്രവർത്തിച്ചാൽ കിട്ടാത്ത നേട്ടങ്ങളുമില്ല. അതേ അവസരത്തിൽ എല്ലാം മറ്റാരെങ്കിലും കൊണ്ടുവന്നു തരണം എന്ന് വിചാരിച്ച് കാത്തിരിക്കേണ്ട ഒരു കാലമല്ല ഇത്. മറിച്ച് കിട്ടാനുള്ളത് നേടിയെടുക്കുവാൻ, കിട്ടാനുള്ളത് കൊടുക്കുവാൻ തയ്യാറുള്ള ഒരു ഭരണകൂടം അല്ലെങ്കിൽ തയ്യാറുള്ള ഒരു ഭരണഘടന ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാലത്തോളം ഒരു സമൂഹത്തിനും നിശബ്ദരായിരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മുടെ ആവശ്യങ്ങൾ അത് ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഇന്ത്യയുടെ ജനാധിപത്യം ശക്തമാണ്. ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയുടെ പൊതു മനസ്സുണ്ട്. അത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും വില കൽപ്പിക്കുന്നൊരു മനസ്സാണ് ഇന്ത്യക്കുള്ളത്. അത് നിലനിൽക്കുന്ന കാലത്തോളം ഏതൊരു സമൂഹവും പ്രവർത്തിച്ച് നേട്ടങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ജനാധിപത്യത്തെ ഇല്ലാതാക്കിയിട്ടില്ല, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഏതൊരു സമൂഹവും ഇവിടെ നേട്ടങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം തന്നെയാണല്ലോ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രദേശം ഒരു കാലത്ത് പിന്നോക്കത്തിൻ്റെയും ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കണ്ണീരിൻ്റെ ഉപ്പും നനവും അനുഭവിച്ച് കഴിഞ്ഞിരുന്നൊരു സമൂഹം. പക്ഷേ ആ സമൂഹത്തിന് വിദ്യാഭ്യാസമാകുന്ന വിത്ത് അവരിലേക്ക് എറിഞ്ഞു കൊടുത്തപ്പോൾ ആ വിത്ത് അവിടെ ഏറ്റവും ഫലപുഷ്ടമായ രീതിയിൽ വളർന്ന് വലുതായി എന്നുള്ളതിൽ ആരും അസൂയപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അത് അധ്വാനിച്ച് നേടിയതാണ്, പ്രവർത്തിച്ച് നേടിയിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഏതൊരു സമൂഹവും, ഇപ്പോൾ സിഖ് സമൂഹം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി, അവർ പ്രവർത്തിച്ച് നേടിയതാണ്. ക്രൈസ്തവ സമൂഹം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ നേടിയതാണ്. ഏത് സമൂഹവും അങ്ങനെ തന്നെയാണ്. പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ നേട്ടങ്ങളെത്തും. അതിനെ ആരും അസൂയയോടെ കാണേണ്ടതില്ല. ഇപ്പോൾ ആരൊക്കെ എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞാലും നേടാനുള്ള ആ ഒരു ഇച്ഛാശക്തി അത്തരം സമൂഹങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുവാനും ആഗ്രഹിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷ, ദളിത്, പിന്നോക്ക ഐക്യം അത് ഏറ്റവും അനിവാര്യമായൊരു കാലഘട്ടം കൂടിയാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ
നേരത്തെ പറഞ്ഞതുപോലെ വിദ്വേഷത്തിൻ്റെയും അകൽച്ചയുടെയും മുദ്രാവാക്യങ്ങൾ ഉതിർത്ത് ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നമുക്ക് ഒറ്റക്കെട്ടായി സംഘശക്തിയോടെ എതിരിട്ട് തോൽപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. മഹാനായ ശ്രീനാരായണ ഗുരു അവരുടെ ആ ഒരു വലിയ സന്ദേശം ഐക്യത്തെക്കുറിച്ച് തന്നെയാണ്, സാഹോദര്യത്തെക്കുറിച്ചാണ്, മനുഷ്യത്വത്തെക്കുറിച്ചാണ്. എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള വലിയ മനസ്സോടെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഗുരുദർശനങ്ങൾ ഏറെ അതിൻ്റെ ആവശ്യകത നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്ത് അതിനെ കൂടുതൽ ഒന്നുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ. മഹാനായ രാഘവൻ വക്കീൽ അവരുടെ നാമധേയത്തിൽ ഇവിടെ അവാർഡ് ഏർപ്പെടുത്തി. അത് പ്രിയങ്കരനായ നമുക്കേവർക്കും എപ്പോഴും നമ്മൾ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സുധാകരൻ MP അവർക്ക് തന്നെ നമുക്ക് നൽകുവാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ രണ്ട് നേതാക്കന്മാരും പരസ്പരമുള്ള അവർ മുന്നോട്ട് വെക്കുന്ന ആ ആദർശങ്ങളെ കാലം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ശ്രീ സുധാകരൻ അവர்கள் ഇച്ഛാശക്തിയുള്ള നേതാവാണ്, എന്നതുപോലെ തന്നെ കഠിനാധ്വാനിയുമാണ്. എപ്പോഴും അദ്ദേഹം വിശ്രമലേശമന്യേ കേരളീയ സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. KPCC പ്രസിഡൻ്റാകുമ്പോഴും അല്ലാത്ത സമയങ്ങളിലും ജനപ്രതിനിധി എന്നുള്ള നിലക്കും അല്ലാത്ത സമയങ്ങളിലും അദ്ദേഹം മതേതരത്വത്തെയും സ്വാതന്ത്ര്യത്തെയും അതിനൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എപ്പോഴും സജീവമായിട്ട് തന്നെ നമുക്കിടയിലുണ്ട് എന്ന് നമുക്കറിയാം. മത സാഹോദര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ, അതിനെ ശക്തിപ്പെടുത്തുവാൻ ഉറക്കെ ശബ്ദിക്കുന്നതിലും ശ്രീ സുധാകരൻ എന്നും മുന്നിൽ നിന്നിട്ടുണ്ട്. എന്തുകൊണ്ടും അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് ശ്രീ രാഘവൻ വക്കീൽ അവരുടെ നാമധേയത്തിലുള്ള ഈ അവാർഡ് നമുക്ക് സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള സംതൃപ്തിയും നമുക്ക് ഈ അവസരത്തിലുണ്ട്. പ്രിയങ്കരനായ നമ്മൾക്ക് ജ്യേഷ്ഠന് തുല്യം സ്നേഹിക്കുന്ന ശ്രീ K. സുധാകരന് അവർക്ക് എനിക്ക് അദ്ദേഹത്തിന് എൻ്റെ കയ്യിലൂടെ ആ അവാർഡ് കൈമാറുവാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് കിട്ടിയ ഒരു അവാർഡായിട്ട് ഞാൻ സ്വയം അത് എനിക്ക് തോന്നുകയാണ്. ഏതായാലും സന്തോഷമുണ്ട്. സേവാ സംഘത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിനും എൻ്റെ എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. നന്ദി. അടുത്തതായി അനുഗ്രഹ പ്രഭാഷണമാണ് ശിവഗിരി മഠാധിപതി പൂജനീയ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ധർമ്മ വിശ്വാസികളുടെ ആധ്യാത്മിക ആചാര്യൻ, ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ്, ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹിമാതിരേകവും തത്വദർശനവും ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി മലയാളത്തിലും ഇംഗ്ലീഷിലും രചിച്ച നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവ്, ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദപൂജ ചെയ്യുവാൻ പരമഭാഗ്യം ലഭിച്ച ദിവ്യശ്രീ ബോധാനന്ദ സ്വാമി തുടങ്ങി ശിഷ്യ പരമ്പരയുടെ ജീവചരിത്രങ്ങൾ എഴുതി സമർപ്പിച്ച ക്രാന്തദർശി, മർമ്മഗ്രാഹിയായ പ്രഭാഷകൻ, മികവുറ്റ സംഘാടകൻ എന്നീ നിലകളിലെല്ലാം സ്വാമി ജനമനസ്സുകളിൽ നിത്യമുദ്രിതനായിത്തീർന്നു. അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹ്യ തിന്മകൾക്കുമെതിരെ ശക്തമായി പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ സാമൂഹ്യ നീതിക്ക് വേണ്ടിയും ശക്തമായ പോരാട്ടം നടത്തിവരുന്നു. അധികാരത്തിൻ്റെ ഗർഭഗൃഹത്തെ തമ്പുരാൻകോട്ട എന്ന് വിശേഷിപ്പിച്ച സ്വാമിജി അധികാരത്തിൽ എല്ലാ സമുദായങ്ങൾക്കും അർഹമായ പങ്കാളിത്തം ലഭ്യമാകണമെന്ന് ഉച്ചേശ്വരം ഉദ്ഘോഷിക്കുന്നു. സ്വാമിജി ആവിഷ്കരിച്ച് കർമ്മപദത്തിലെത്തിച്ച ശ്രീനാരായണ ദിവ്യ പ്രബോധനവും ധ്യാനവും എന്ന വിജ്ഞാനദാനയജ്ഞം ലക്ഷക്കണക്കിന് ഹൃദയങ്ങളിലേക്ക് ശ്രീനാരായണ ദർശനത്തിൻ്റെ കൈത്തിരികൾ പകരാൻ പര്യാപ്തമായി. സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി വത്തിക്കാനിലും ഇന്ത്യൻ പാർലമെൻറ്റിലും ബഹ്റിനിലും അമേരിക്കയിലും UAE-യിലും ഓസ്ട്രേലിയയിലും എല്ലാം ഇതിനകം അർത്ഥപൂർണമായ സമ്മേളനങ്ങൾ സ്വാമിജിയുടെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞു. വിവിധ രാജ്യങ്ങളിലായി 100 സമ്മേളനങ്ങൾ നടത്തുവാനുള്ള തയ്യാറെടുപ്പുകളിൽ സ്വാമികളുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം വ്യാപൃതമായിരിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണത്തിനായി ഏറെ ആദരവോടുകൂടി സച്ചിദാനന്ദ സ്വാമികളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമി
മാ അക്ഷവർയജത്രാഹ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാം സ്വസ്തനോഭിः വ്യശേമ ദേവഹിതം യദായുഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം. അത്യന്തം ശ്രേഷ്ഠമെന്ന ഈ അവാർഡ് ദാന സമ്മേളനത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന സദസ്യരെ, സജ്ജനങ്ങളെ, ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീനാരായണ സേവാസംഘത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ ശ്രീ പ്രേമചന്ദ്രൻ വക്കീൽ, സമ്മേളനം ഇവിടെ സമുദ്ഘാടനം ചെയ്ത പാണങ്കാട് സാധികലി ശിബാഗ് തങ്ങൾ അവർകളെ, നാം ഇന്ന് അവാർഡ് നൽകി ആദരിച്ചു കഴിഞ്ഞ ശ്രീ കെ സുധാകരൻ അവർകളെ, ശ്രീ ധർമ്മ ചൈതന്യസ്വാമി അവർകളെ, ആമുഖ പ്രഭാഷണം നടത്തുന്ന ശ്രീ പിയേഴ്സൺ ഹൈബി വീഡൻ MP അവർകളെ, അതേപോലെ വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈകൾ. ഒരു കാലത്ത് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ കർമ്മയോഗിയായിരുന്നു ശ്രീ രാഘവൻ വക്കീൽ. സംഘടനാ പാടവം കൊണ്ടും വാക്ചാതുര്യം കൊണ്ടും നേതൃത്വ പാടവം കൊണ്ടും ഒരു കാലഘട്ടത്തെ തൻ്റെ ജീവിതവുമായി ചേർത്ത് ഇണക്കിക്കൊണ്ട് പോയ വലിയൊരു നേതാവായിരുന്നു ശ്രീ രാഘവൻ വക്കീൽ. ആ രാഘവൻ വക്കീലിൻ്റെ പേരിൽ ശ്രീനാരായണ സേവാ സംഘം വർഷങ്ങളായി നടത്തിപ്പോരുന്ന ഈ അവാർഡ് ഈ വർഷം നമ്മളുടെ കെ സുധാകരൻ MPക്ക് അർഹിക്കുന്ന ആ കരങ്ങളിൽ നമ്മൾ ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ഈ അവാർഡിന് അർഹനാണ് ശ്രീ കെ സുധാകരൻ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം കെ സുധാകരനെ വളരെ വർഷങ്ങളായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ശിവഗിരിയിൽ തീർത്ഥാടനം നടന്നപ്പോൾ അന്ന് അതിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഞാൻ മലബാർ പ്രദേശത്ത് നിന്നും ശിവഗിരി തീർത്ഥാടനത്തിൽ വന്ന് പ്രഭാഷണം നടത്തുവാൻ അന്ന് തിരഞ്ഞെടുത്തത് ശ്രീ സുധാകരൻ MP അവറുകളെയാണ്. അന്ന് അദ്ദേഹം ശിവഗിരിയിൽ ചെയ്ത അതിഗംഭീരമായ പ്രസംഗം എൻ്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗം ഖിന്നതയിലാണ്, ദുഃഖത്തിലാണ്. കാരണം അദ്ദേഹം നേതൃത്വ പദവിയിൽ നിന്നും അർഹിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നും പിന്തള്ളപ്പെട്ടിരിക്കുന്നു. എനിക്കിത് പരസ്യമായി പറയുന്നതിൽ ഒരു മടിയുമില്ല. അതിന് അന്ന് ചില ആളുകൾ യുക്തി കണ്ടെത്തിയത് അദ്ദേഹത്തിന് നല്ല സുഖമില്ല, അതുകൊണ്ട് ആരോഗ്യപരമായ കാരണങ്ങൾ അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നുവെന്നാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചൊരു ദേശീയ അധ്യക്ഷനുണ്ട്. ആ ദേശീയ അധ്യക്ഷന് ഉള്ള ആരോഗ്യവും കെ സുധാകരന് ഉള്ള ആരോഗ്യവും വെച്ച് ചിന്തിച്ചാൽ
ഈ ദേശീയ അധ്യക്ഷനെന്ന് മുന്നോട്ട് നീങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശ്രീ കെ സുധാകരൻ തഴയപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കെ സുധാകരൻ മാത്രമല്ല, അദ്ദേഹം ജനിച്ചു വളർന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്ന് മുച്ചൂടും തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം ഞാനിവിടെ മലർക്കെ കാണുകയാണ്. അത് എനിക്ക് മറച്ചു വയ്ക്കുവാൻ സാധിക്കുകയില്ല. തുല്യമായ സാമൂഹ്യ നീതിയാണ് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇന്ന് രാഘവൻ വക്കീൽ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഏറ്റവും ഉയർന്നു കേൾക്കുന്നത് ഈ ഒരു സാമൂഹ്യ നീതിക്ക്, സാമുദായിക നീതിക്ക് വേണ്ടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ പക്ഷാന്തരവുമില്ല. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി ശിവഗിരിയിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. കേരളത്തിലെ 28% വരുന്ന ജനസമൂഹത്തിന് ഒരേ ഒരു MLA കെ ബാബു മാത്രമേ ഉള്ളൂ. ഇത് മതിയോ? അന്ന് നമ്മുടെ സുധാകരൻ MP-യും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇങ്ങനൊരു ദുര്യോഗം ഈ രാജ്യത്തുണ്ട്, അത് തിരുത്തപ്പെടണം. കേരളത്തിലെ ഭരണതലത്തിൽ നിന്നും വർഷങ്ങളായി പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും അർഹതപ്പെട്ടത് നൽകി സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊണ്ടില്ല എങ്കിൽ ഇനിയും പിന്തള്ളപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാനിന്ന് ഉറക്കെ പറയുകയാണ്. ശിവഗിരിയിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള കത്തുകൾക്ക് കണക്കില്ല. ഇന്നും വിളിച്ചു 4-5 ആളുകൾ, സ്വാമി ഒരു വാർഡിൽ പോലും ഞങ്ങൾക്ക് നിൽക്കാനുള്ള സൗകര്യമില്ല, ഞങ്ങളെ അനുവദിക്കുന്നില്ല. ശിവഗിരി മഠം ഇക്കാര്യത്തിൽ ഇടപെടണം. മുസ്ലിം സമുദായത്തിൻ്റെയും ക്രൈസ്തവ സമുദായത്തിൻ്റെയും ബിഷപ്പുമാരും നേതാക്കന്മാരും ഇടപെട്ട് അവരുടെ സമുദായങ്ങൾക്ക് അർഹതപ്പെട്ടത് വാങ്ങിക്കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശിവഗിരിയിൽ ദിവസവും ഈ കത്തുകളും ആവരാതികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇത് മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ കുമാരനാശാൻ അന്ന് ഓർമ്മപ്പെടുത്തിയതുപോലെ കാലിനടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിടുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കണം. ആർ ശങ്കർക്ക് ശേഷം ശ്രീനാരായണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഉണ്ടായൊരു ശക്തനായ നേതാവായിരുന്നു ശ്രീ രാഘവൻ വക്കീൽ. അദ്ദേഹം മന്ത്രിയായും SNDP യോഗത്തിൻ്റെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയായും നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു ശക്തനായ ഭരണാധികാരിയായും നിന്നുകൊണ്ട് ചെയ്ത മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ മാതൃകയാക്കിക്കൊണ്ട് രാഘവൻ വക്കീൽ കാട്ടിത്തന്ന പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ശ്രീനാരായണ സമൂഹത്തിന് സാധിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്, ക്രിസ്ത്യാനികൾക്ക് ആത്മീയ നേതൃത്വമുണ്ട്, മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വമുണ്ട്, ഞങ്ങൾക്ക് ആത്മീയ നേതൃത്വം ഇല്ല എന്നാണ്.
എല്ലാവർക്കും ആത്മീയ നേതൃത്വമുണ്ട്, ഞങ്ങൾക്കില്ല. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തിരുന്നയാൾ തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണോ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് നേതൃത്വമില്ലേ? ഇല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്ന ദുര്യോഗം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ശിവഗിരിയെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശ പ്രചരണം കേരളത്തിലും ഭാരതത്തിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അതിഗംഭീരമായി നടക്കുന്നൊരു കാലഘട്ടമാണിത്. ഇതിനു മുൻപൊരിക്കലും ഇത്ര ശക്തമായ രീതിയിൽ ഗുരുദേവ സന്ദേശ പ്രചരണം നടന്ന ഒരു കാലഘട്ടമില്ല. വത്തിക്കാനിലെ മാർപ്പാപ്പയുടെ ആശീർവാദത്തോടു കൂടി നടന്ന ലോകമത പാർലമെൻറ്റ്, ലണ്ടനിൽ നടന്ന ലോകമത പാർലമെൻറ്റ്, അതുപോലെ ദുബായിൽ നടന്ന സമ്മേളനം, ഈ സമ്മേളനത്തിലൊക്കെ നമ്മുടെ ബഹുമാന്യനായ തങ്ങൾ അവറുകൾ വന്ന് പങ്കെടുത്ത് സംസാരിച്ചത് ഞാൻ ആദരവോടുകൂടി ഓർക്കുകയാണ്. അദ്ദേഹം മതേതരത്വത്തിൻ്റെ സന്ദേശവാഹകനായി നിന്നുകൊണ്ട് അവിടെ നൽകിയ ഗുരുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളെ ഞങ്ങൾ പ്രത്യേകമായി ആദരവോടുകൂടി കാണുകയാണ്. ഇപ്പോൾ ശിവഗിരിയുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശബ്ദം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആസ്ട്രേലിയയിൽ നിന്നും ഒരു സംഘം MP-മാരും ഒരു ഡെപ്യൂട്ടി സ്പീക്കറും ശിവഗിരിയിലെത്തുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകലോക ദർശനത്തെക്കുറിച്ചും വത്തിക്കാനിലും മറ്റ് രാജ്യങ്ങളിലും നടന്ന സമ്മേളനത്തെക്കുറിച്ചും അവരെ ഞങ്ങൾ അറിയിച്ചപ്പോൾ, അങ്ങനെ ഒന്ന് ആസ്ട്രേലിയയിൽ കൂടി നടക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ആസ്ട്രേലിയൻ ഗവൺമെൻറ് സർവമത സമ്മേളനം അവിടെ സംഘടിപ്പിച്ചു. പാർലമെൻറ്റിൽ വെച്ച്, നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ വെച്ചോ കേരള നിയമസഭയിൽ വെച്ചോ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചൊരു സമ്മേളനം നടന്നിട്ടില്ല. മറ്റൊരു രാജ്യത്തും അങ്ങനെ ഒരു സമ്മേളനം നടത്തിയിട്ടില്ല. പക്ഷേ ആസ്ട്രേലിയൻ ഗവൺമെൻറ് അവിടെ വിക്ടോറിയൻ പാർലമെൻറ്റിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ചുകൊണ്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മേളനം നടത്തി. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ധർമ്മ ചൈതന്യ സ്വാമി ആ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അന്ന് അവിടെ വെച്ച് രണ്ട് രീതിയിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തെ ആ ഗവൺമെൻറ് ആദരിച്ചു. ഒന്ന്, ലോക സമാധാനത്തിന് വേണ്ടി ശിവഗിരി മഠം ചെയ്തു പോരുന്ന സേവനങ്ങളെ ആദരിച്ചുകൊണ്ട് ഗ്ലോബൽ ഹാർമണി അവാർഡ് ആസ്ട്രേലിയൻ ഗവൺമെൻറ് ശിവഗിരി മഠത്തിന് നൽകുകയുണ്ടായി. ഇങ്ങനൊരു വലിയ അവാർഡ് ശിവഗിരിക്ക് ലഭിച്ചിട്ട് ശ്രീനാരായണ ഭക്തരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊക്കെ പരമശാന്തന്മാരായിരിക്കുക. അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ മഹനീയതയും അറിയുവാനോ ഉൾക്കൊള്ളുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്നറിയുന്നതിൽ ഖേദമുണ്ട്. ഭാരതം വിട്ട് മറ്റൊരു ഭൂഖണ്ഡം അവിടെയുള്ള ഗവൺമെൻറ് ശ്രീനാരായണ ഗുരുവിനെ, ശ്രീനാരായണ പ്രസ്ഥാനത്തെ ആദരിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ചെയ്യുന്ന സേവനങ്ങളെ പുരസ്കരിച്ച് അവാർഡ് നൽകിയിരിക്കുന്ന ഈ അവസരത്തിലും നമ്മളെല്ലാം പരമശാന്തന്മാരാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം ആലേഖ്യം ചെയ്ത സ്മാരക സ്റ്റാമ്പ് ആസ്ട്രേലിയൻ ഗവൺമെൻറ് പ്രകാശനം ചെയ്തു. 1967 ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ
ഗുരുദേവൻ്റെ സ്മാരക സ്റ്റാമ്പ് അന്ന് ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോൻ തുടങ്ങിയ നേതാക്കന്മാരുടെ, ആർ ശങ്കരുടെ, ശ്രീ ആർ കേശവൻ വൈദ്യരുടെ ഒക്കെ ശ്രമഫലമായിട്ട് ഗുരുദേവൻ്റെ സ്മാരക സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. അതിനുശേഷം 2010 ശ്രീലങ്കൻ ഗവൺമെൻറ് ഗുരുദേവൻ്റെ സ്മാരക സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. അത് കഴിഞ്ഞാൽ മൂന്നാമതായി ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മാരക സ്റ്റാമ്പ് പ്രകാശനം ചെയ്യുവാൻ ആസ്ട്രേലിയൻ ഗവൺമെൻറ് മുന്നോട്ട് വന്നത് ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ച് ലഭിച്ച അംഗീകാരമാണ്, അവരുടെ അഭിമാനമാണ്. ഇതെല്ലാം നമുക്ക് ലഭിച്ചിട്ടും നമുക്ക് നേതാവില്ല, നേതാക്കന്മാരില്ല, ആത്മീയ നേതൃത്വമില്ല എന്നാണ് അല്ല, ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ നിന്നും കേൾക്കുന്ന അപശബ്ദങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതാണ് ഞാൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കാലഘട്ടത്തിൻ്റെ കുളമ്പടി ശബ്ദം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. അതിൽ നിങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തി താല്പര്യമെടുത്ത് മുന്നോട്ട് പോകണം. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയം, കേരളത്തിൻ്റെ ഭരണതലം ഒക്കെ ചില പ്രത്യേക സമുദായങ്ങളുടെ വൃത്തത്തിൽ കിടന്ന് കറങ്ങുന്നതിൽ നമുക്ക് ഖേദമുണ്ട്. 2-3 നേതാക്കന്മാർ ചുറ്റുമിരുന്ന് ഞങ്ങൾ കേരളത്തെ ഭരിക്കണം, ആര് ഭരിക്കണം, ഞാൻ ഭരിക്കണമോ നീ ഭരിക്കണമോ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ കെ സുധാകരനെ പോലെ, VM സുധീരനെ പോലെയുള്ള ആളുകൾ തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരണ ശേഷിയോടുകൂടി നിന്ന് പ്രവർത്തിക്കുവാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് സാധിക്കണം. ഈ വേദിയിൽ നമ്മുടെ തങ്ങളവറുകളുണ്ട്, അതുപോലെ മറ്റു നേതാക്കന്മാരുണ്ട്. അവരുടെ എല്ലാം ശ്രദ്ധയിൽ ഇക്കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സംഭവിച്ചു പോയിട്ടുള്ള പാളിച്ചകൾ എന്താണെന്ന് മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ സംഭവിക്കാവുന്ന നഷ്ടത്തെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രസിദ്ധമായ ശിവഗിരി തീർത്ഥാടനം സമാഗതമാവുകയാണ്. ഡിസംബർ 15 മുതൽ ജനുവരി 1 വരെ തീർത്ഥാടന കാലമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. ശിവഗിരി തീർത്ഥാടന പ്രസ്ഥാനത്തെയും ഒന്ന് ശിഥിലമാക്കാൻ ശിവഗിരി തീർത്ഥാടനം ഇപ്പോൾ ശിവഗിരി ഗുരുകുലം തീർത്ഥാടനം എന്നാക്കണം എന്ന് പറഞ്ഞ് ഉള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ശിവഗിരിയിൽ ഭക്തന്മാർ ബാനറുമായിട്ട് വരുന്നത് ശിവഗിരി ഗുരുകുലം തീർത്ഥാടനം എന്നാണ്. ചില നേതാക്കന്മാരുടെ നിർദ്ദേശമാണ്. ശിവഗിരി തീർത്ഥാടന ഘോഷയാത്ര നടക്കുന്നത് ഡിസംബർ മാസം 31 തീയതിയാണ്. ഡിസംബർ 29, ഡിസംബർ 30 തീയതികളിൽ തീർത്ഥാടന ഘോഷയാത്രകൾ വന്ന് ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന തീർത്ഥാടന ഘോഷയാത്ര ഡിസംബർ 31 തീയതി രാവിലെ 5 മണിക്ക് മഹാസമാധിയിൽ നിന്നും വർഷങ്ങളായി നടന്നു വരുന്നുവെങ്കിൽ ഇനി ആളുകൾ ഡിസംബർ 29-നും 30-നും ഒന്നും അവിടെ പോകണ്ട, 1 തീയതി വന്നാൽ മതി എന്നുള്ള തീട്ടൂരം പോയിരിക്കുക. ജനുവരി 1 തീയതി വന്നാൽ മതി ശിവഗിരിയിൽ. സഹോദരങ്ങൾ, എങ്ങോട്ട് പോകുന്നു, എവിടേക്ക് പോകുന്നു നിങ്ങൾ തിരിച്ചറിയണം. ഇതൊക്കെ വളർച്ചയ്ക്ക് വേണ്ടിയാണോ, തളർച്ചയ്ക്ക് വേണ്ടിയാണോ, നാശത്തിന് വേണ്ടിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ച് അവർ നട്ടലുള്ള സമൂഹമാണ് എന്നൊക്കെയാണ് പറഞ്ഞു പോരുന്നതും വിശ്വസിച്ച് പോരുന്നതും. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ കെ സുധാകരനെ പോലെയുള്ള വലിയ നേതാക്കന്മാർ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ അവരൊക്കെ മുഖ്യധാര രാഷ്ട്രീയത്തിലുണ്ടാകണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ്.
ഞാൻ എൻ്റെ ഈ വാക്കുകൾ ആരംഭിച്ചപ്പോൾ, അല്ലയോ ദൈവമേ, നല്ലത് കേൾക്കാൻ അവസരമുണ്ടാകണമേ. ഭദ്രം കർണേഭി ശൃണിയാമദേവാഹ, കണ്ണുകൾ കൊണ്ട് നല്ലത് കാണാൻ സാധിക്കണമേ, ചെവികൾ കൊണ്ട് നല്ലത് കേൾക്കാൻ സാധിക്കണമേ, കൈകൾ കൊണ്ട് നല്ലത് ചെയ്യുവാൻ സാധിക്കണമേ എന്ന് മതങ്ങളെല്ലാം ആവിർഭവിക്കുന്നതിന് മുൻപ് ഭാരതത്തിലെ മഹാനായ ഋഷി നമ്മെ ചൊല്ലിപ്പഠിപ്പിച്ചുവെങ്കിൽ ഇപ്പോൾ നല്ലത് കാണാനും നല്ലത് കേൾക്കാനും സാധിക്കുന്നില്ല എന്നുള്ള ദുഃഖം ശ്രീനാരായണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നല്ലത് ചെയ്യാനും നല്ലത് കാണാനും നല്ലത് കേൾക്കാനും അവസരമുണ്ടാകണം. അതിന് നിങ്ങളെ കൂട്ടായ പ്രവർത്തനമുണ്ടാകണമെന്ന് നിങ്ങളെയെല്ലാം ഓർമ്മപ്പെടുത്തി ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമോവാകം. ആമുഖ പ്രസംഗത്തിനായി സഹോദരൻ മാസിക ചീഫ് എഡിറ്റർ ശ്രീ NM പിയേഴ്സൺ അവരെ ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് NC പ്രേമചന്ദ്രൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും പുരസ്കാര ദാനം നിർവഹിക്കുകയും ചെയ്ത ആരാധ്യനായ ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ പൂജനീയ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, നമ്മോടൊപ്പം ആശംസാ പ്രസംഗത്തിന് സന്നിഹിതരായിരിക്കുന്ന ബ്രഹ്മശ്രീ ധൃതംബരാനന്ദ സ്വാമികൾ, അഡ്വക്കേറ്റ് M അനിൽകുമാർ, അവർ രണ്ടുപേരും എത്തിയിട്ടില്ല. ശ്രീ ഹൈബിയേടൻ ഇവിടെ ഉണ്ടായിരുന്നു, പോയി. ശ്രീ TJ വിനോദ് തിരക്ക് പിടിച്ചിരിക്കുകയാണ്. ശ്രീ K ബാബു MLA, ശ്രീമതി PV മിനി, ശ്രീ MB ബെന്നി, അതുപോലെ നമ്മളുടെ ഒപ്പമുള്ള ശ്രീ ഹാരിസ് ബീരൻ, സ്വാഗതം ആശംസിച്ച ശ്രീ PP രാജൻ അവർകൾ, ബഹുമാന്യരെ, ഈ സമ്മേളനത്തിൽ നമ്മളിന്ന് ആരാധിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന K സുധാകരൻ എന്തുകൊണ്ടാണ് ആ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നത് ഞങ്ങളുടെ സമിതിയിൽ ശ്രീനാരായണ സേവാ സമിതി മുന്നോട്ട് വെച്ച ചില പേരുകളിൽ നിന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഞാനും ശ്രീ ME ബെന്നിയും ഡോക്ടർ ലാലിമോളും അടങ്ങുന്ന ഒരു സമിതിയാണ് ആ തീരുമാനമെടുത്ത്. ഞങ്ങൾ ആ തീരുമാനമെടുക്കുന്ന സമയത്ത് സുധാകരൻ MBയെ കുറിച്ച് കേരളത്തിൽ വന്നുകൊണ്ടിരുന്ന വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നല്ല ഓർമ്മ ഇല്ല, ഓർമ്മ പിശകിൻ്റെ ഒരു ജീവിതാവസ്ഥയിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടായിരുന്നു. എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ച എല്ലാ ആളുകളും, പ്രത്യേകിച്ച് സ്വാമിജിയൊക്കെ സൂചിപ്പിച്ചൊരു കാര്യം, എന്താണ് കോൺഗ്രസിനകത്ത് ഈഴവ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദുര്യോഗം എന്നതിനെക്കുറിച്ചുള്ള സൂചനകളായിരുന്നു. ആ സൂചനകളുടെ ഒരു വാർത്തയായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട് എന്ന്. ഒരു നേതാവല്ല, ഞാൻ പല നേതാക്കളുമായിട്ട് സംസാരിച്ച സമയത്ത് ആ നേതാക്കളൊക്കെ തന്നെ ഒരേ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു വാക്കതായിരുന്നു. അത് നമ്മളുടെ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിന് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ജീർണതയുടെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമായിട്ട് ജീർണതയുണ്ട് എന്നാരും കരുതേണ്ടതില്ല. നമ്മുടെ സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നുണ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു ദൗത്യമായിട്ട് കണക്കാക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് സമൂഹത്തെ ശരിയായിട്ടുള്ള ദിശയിലേക്ക് കൊണ്ടുവരേണ്ടത്, അതിന് സത്യസന്ധമായിട്ടുള്ള, ഒരു കാരണവശാലും നുണ പറയാത്തതായ പച്ച മനുഷ്യൻ്റെ ഭാഷയിൽ സംസാരിക്കാനായിട്ടുള്ള കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കഴിവ് പ്രകടമാക്കിയ ഒരു നേതാവായിട്ടാണ് നമ്മൾ K സുധാകരൻ MBയെ കണക്കാക്കുന്നത് എന്നാണ് സമിതിയിലെ ഒരു സംഭാഷണത്തിന് പ്രത്യേകത. ഈ അവാർഡ് കൊടുക്കുന്നത് അഡ്വക്കേറ്റ് രാഘവ് വക്കീലിൻ്റെ പേരിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും സുധാകരൻ്റെ പ്രത്യേകതയും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രാഘവ് വക്കീൽ ആ കാലഘട്ടത്തിൽ വളരെ ധീരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. എറണാകുളത്തെ അസംഘടിതമായിരിക്കുന്ന പോർട്ട് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന സമയത്ത് മുതൽ അദ്ദേഹത്തിൻ്റെ ധീരത അതിശക്തമായിട്ടുള്ള രീതിയിൽ പ്രകടമാക്കപ്പെട്ടിരുന്നു. നെഞ്ചു വിരിച്ച് നിന്നിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ ശക്തമായിട്ട് ഉയർത്തി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത്. ഞാൻ സുമാർ അഴീക്കോട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം ഓർക്കുകയാണ് സമയത്ത്. സുമാർ അഴീക്കോട് തലശ്ശേരിയിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് എതിർ സ്ഥാനാർത്ഥിയായിട്ട്
അന്ന് SK പൊറ്റക്കാടാണ് മത്സരരംഗത്ത് വരുന്നത്. സുകുമാർ അഴീക്കോട് സംസാരിക്കുന്ന സമയത്ത് റെയിൽവേ ട്രാക്കിൽ നിന്ന് കരിങ്കൽ ചീളുകൾ പെറുക്കി സുകുമാർ അഴീക്കോടിനെ എറിയുമായിരുന്നു. അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിലേക്ക് ആരടാ എറിയുന്നതെന്ന് ചോദിക്കാനായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് വന്ന ഒരു അഹമ്മക്കിലായിരുന്നു. ആ ധീരത ഇദ്ദേഹത്തിനുണ്ട്. സുധാകരനെ ഇദ്ദേഹം KPCC പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ഞാൻ ഈ നാട്ടിലുള്ള കോൺഗ്രസ് സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ച സമയത്ത് അവർക്ക് വലിയ ആവേശമായിരുന്നു. അവരുടെ ആവേശം എന്ന് പറയുന്നത് ഈ ധീരതയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ഞങ്ങൾക്ക് ചങ്കൂറ്റമുള്ള നട്ടലുള്ള ആരുടെ മുന്നിൽ ഉയർന്നു നിൽക്കാൻ പറ്റുന്ന, ശബ്ദം ഉയർത്താൻ പറ്റുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു നേതാവുണ്ട് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ആ നേതാവിനെ എങ്ങനെയാണ് ഓർമ്മയില്ലാത്ത നേതാവാക്കി മാറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം എന്നുള്ളതാണ്. അത് നമ്മുടെ സമൂഹത്തിനകത്ത് മാറിയില്ല എങ്കിൽ നമ്മുടെ സമൂഹത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മുന്നേറ്റത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഏത് സമുദായം എന്നതിനേക്കാൾ ഉപരിയായിട്ട് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഉന്നതമായിട്ടുള്ള ദിശയിലേക്കുള്ള സഞ്ചാരത്തിനുള്ള മാർഗദീപമായി മാറുക എന്നുള്ളത്. ഞാൻ ഇന്നലെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഡോക്ടർ മോഹൻ ഭഗത് പറഞ്ഞ ഒരു വാചകം, അതിവിടെ ഞാൻ ഈ വീരാനടക്കമുള്ള ആളുകളുടെ മുന്നിൽ പറയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായി മാറിക്കഴിഞ്ഞു. ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്നതായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ഒപ്പമാണ് ഇവിടുത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ ക്രൈസ്തവരും എന്നാണ് പറഞ്ഞത്. അവരുടെ പൂർവികരൊക്കെ തന്നെ ഹിന്ദുക്കളായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ജീവിക്കുന്നതായിട്ടുള്ള മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അതറിയാൻ പാടില്ലാത്തതിൻ്റെ പേരിലാണ് അവർ വ്യത്യസ്ത സമൂഹമായിട്ട് ജീവിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ സമ്പൂർണ്ണമായി ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു എന്ന് പറയുന്ന പ്രസ്താവന അതിശക്തമായിട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ സംസ്കാരത്തിൻ്റെ, നാം ഇതുവരെ കെട്ടിപ്പടുത്തി കൊണ്ടുവന്ന ഒരു പാരമ്പര്യത്തിൻ്റെ, നാം ഇതുവരെ വിശ്വസിച്ചിരുന്നതായിട്ടുള്ള മതേതര സാമൂഹ്യ മൂല്യങ്ങളെ സമ്പൂർണ്ണമായിട്ട് തകർത്തെറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മറ്റുള്ളവരൊക്കെ തന്നെ മിക്കവാറും തന്നെ നിശബ്ദരായിരിക്കുകയാണ് ചെയ്യുന്നത്. സാദിഖലി തങ്ങളിവിടെ പറഞ്ഞ സമയത്ത് ഈ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിശബ്ദരായിരിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കാരണവശാലും നിശബ്ദരായിരിക്കാൻ പറ്റാത്തതായിട്ടുള്ള സമയമാണ്. ഈ സമയത്താണ് നമുക്ക് സുധാകരനെ പോലെയുള്ള മഹത്തായിട്ടുള്ള നേതാക്കളുടെ ശബ്ദം ആവശ്യമായിട്ട് വരുന്നത്. പല കാര്യങ്ങളിലും അദ്ദേഹത്തിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിനെ പല കാര്യങ്ങളും ഞാൻ വിമർശിക്കാറുണ്ട്. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ നട്ടെല്ലോടുകൂടി ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് പറയാനും ആ സമൂഹത്തെ നയിക്കാനും കഴിയുന്നതായിട്ടുള്ള മനുഷ്യരെന്ന് പറയുന്നതാണ് ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് ആവശ്യമായിട്ട് വരുന്നത്. അത്തരത്തിലുള്ള ഒരു ആവശ്യകതയെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് കൂടിയാണ് ഈ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ പേരിൽ തീരുമാനിക്കുകയും അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. തീർച്ച അത് രണ്ട് വ്യക്തികൾ ആരുടെ പേരിലാണോ അവാർഡ്, ആ വ്യക്തിയുടെ രാഷ്ട്രീയത്തെയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെയും സമാനമായിട്ടുള്ള രീതിയിൽ പങ്കുവെക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് സുധാകരൻ MP തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ നൽകപ്പെടുന്നതായിട്ടുള്ള അവാർഡ് വാങ്ങാനായിട്ട് അർഹനാണ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുന്നിൽ ഇതെന്തിന് ചെയ്യുന്നു, എന്തിന് സുധാകരനെ അവാർഡ് കൊടുക്കുന്നു എന്ന ചോദ്യം നമ്മളുടെ മുന്നിൽ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. ആ അവാർഡ് കൊടുക്കുന്നതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മളിന്ന് ജീവിക്കുന്നതായിട്ടുള്ള ഈ സമൂഹത്തെ നമുക്ക് മുന്നേ പോയ വളരെ കരുത്തരായിട്ടുള്ള മനുഷ്യർ നയിച്ച പാതയിലൂടെ നയിക്കാനായിട്ടുള്ള ഒരു ശക്തി നമുക്കുണ്ടാക്കുകയാണ്. നമുക്കങ്ങനെ ഒരു ഓർമ്മയുണ്ടാക്കുക, നമുക്കങ്ങനെ ഒരു ഊർജ്ജമുണ്ടാക്കുക, നമ്മളെ അത്തരത്തിലുള്ള മനുഷ്യരായിട്ട് പാകപ്പെടുത്തിയെടുക്കുക, മനുഷ്യനെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള സന്ദേശത്തിൻ്റെ സാധ്യതയാണ് ഈ സമ്മേളനത്തിലും ഈ സമ്മേളനത്തിൽ പറയപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വാക്കുകളിലും ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടി സുധാകരൻ MPക്ക് എല്ലാവിധമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കുന്നതിനായി ശ്രീമതി PV മിനി, മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി വൈസ് പ്രസിഡന്റ് മാഡത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പൂജനീയ സ്വാമിജി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ബഹുമാനപ്പെട്ട ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പുരസ്കാര ജേതാവ് ശ്രീ സുധാകരൻ MP, അധ്യക്ഷൻ അഡ്വക്കേറ്റ് ND പ്രേമചന്ദ്രൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീ MK രാഘവൻ വക്കീലിൻ്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ മുൻ KPCC പ്രസിഡന്റ് ശ്രീ സുധാകരൻ അവർക്ക് ഞാൻ ആദ്യമായി ഹൃദയം നിറഞ്ഞ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.
സംപൂജ്യരായ ആത്മീയ നേതാക്കളും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായ വ്യക്തികളും അണിനിരന്ന ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിക്കാനും അവർക്കൊപ്പം വേദി പങ്കിടാനും കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ജീവിച്ചിരുന്ന കാലം മുഴുവൻ ഒരു സമരനായകനായി അറിയപ്പെട്ട MK രാഘവൻ വക്കീൽ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അദ്ദേഹം ഇന്നും ഇതുപോലെ ഓർമ്മിക്കപ്പെടുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിമഹത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്ക് വഹിച്ച അദ്ദേഹം പിന്നോക്ക വിഭാഗത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയും പ്രവർത്തിക്കുകയുണ്ടായി. രാഘവൻ വക്കീലിൻ്റെ പേരിലുള്ള പുരസ്കാരം കേരള രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നേതാവായ ശ്രീ സുധാകരൻ അവർക്ക് നൽകാനുള്ള ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ തീരുമാനം വളരെ ഉചിതം തന്നെയാണ്. രാഘവൻ വക്കീലിനോ പോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ കരുത്തുള്ള ശബ്ദത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഒന്നാന്തരം പ്രാസംഗികനും സംഘാടകനും സമരഭടനുമാണ് പുരസ്കാര ജേതാവ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുന്നു. ഏതാനും വർഷം മുൻപ് ഈ പുരസ്കാരം എൻ്റെ പിതാവും മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രന് നൽകിയിരുന്നു. അത് ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ വളരെ സന്തോഷത്തേക്ക് ഓർമ്മിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി ശ്രീ MV ബെന്നി അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഭയപ്പെടേണ്ട, നീണ്ടൊരു പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കില്ല എന്ന് എനിക്കറിയാം. എന്തായാലും നമ്മളെല്ലാവരും സുധാകരൻ സാറിൻ്റെ മറുപടി പ്രസംഗം കേൾക്കാൻ കാതോർത്ത് അക്ഷമരായിരിക്കുക. കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പ്രധാന കാര്യം, കേരളത്തിലെ സാമുദായിക വൈവിധ്യങ്ങളും മതപരമായ വൈവിധ്യങ്ങളും ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ ഏതെങ്കിലും ഒരു പ്രധാന ജാതി വിഭാഗത്തെയോ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരാൾക്കും ഇലക്ഷൻ നേരിടാൻ ഒക്കില്ല. അപ്പം അതുകൊണ്ട് സുധാകരൻ സാറിൻ്റെ സമുദായമാണെങ്കിലും മുസ്ലിങ്ങളുടെ സമുദായമാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സമുദായമാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും അവരെ കൂടെ ഉൾക്കൊള്ളുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി. ആ ശക്തി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല പ്രസ്ഥാനങ്ങളും പടവലങ്ങൾ പോലെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രബല സമുദായത്തെ അല്ലെങ്കിൽ ഒരു പ്രബല മതത്തെ പരിപൂർണമായി ബഹിഷ്കരിച്ച് മൂലക്കാക്കി ഒരു MLA സീറ്റോ 2 MLA സീറ്റിൽ മേലൊന്നും അവർക്ക് കൊടുക്കാതിരിക്കണമെന്ന് ആരാഗ്രഹിച്ചാലും അത് പരിപൂർണമായ വങ്കത്തരമാണ്. അതുകൊണ്ട് സുധാകരൻ സാറിൻ്റെ പുറത്താക്കലോ അല്ലെങ്കിൽ ഒഴിവാക്കലോ എന്തായാലും അതുപോലുള്ള തെറ്റുകൾ തിരുത്താൻ ആ പാർട്ടിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, പല പാർട്ടികളിൽ പല ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവരെയും ഒതുക്കുന്നതിൻ്റെ ഒരു ഘട്ടമാണ് ആൾക്ക് സുഖമില്ല, ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഈ കോൺഗ്രസ്സിലെ മാത്രം കാര്യമല്ല ഈ പറയുന്നത്. എത്രയോ സ്ഥലത്തുനിന്ന് എത്രയോ പേരെ വെട്ടിമാറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, പണ്ട് സുഖമില്ലാതെ ഒരു ഘട്ടം വന്നപ്പോൾ കുറേ കാലം മുമ്പാണ്, എപ്പോൾ ഏത് അസംബ്ലി ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷൻ്റെയും VM സുധീരൻ്റെ പേര് വന്നാൽ അപ്പം തന്നെ കോൺഗ്രസ്സുകാർ പറയും VM സുധീരൻ സുഖമില്ലായിരിക്കണം, വയ്യാത്ത ആളാണ്. ആ കാലമൊക്കെ കഴിഞ്ഞാൽ കേരളം മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ആലോചന വരുമ്പോൾ ഇത് പറയും. ഇത് അപ്പുറത്തും ഉണ്ട് കേട്ടോ, ഈ ഇപ്പുറത്ത് മാത്രമല്ല അപ്പുറത്തും ഉണ്ട്. അത് ഈഴവർക്ക് മാത്രമുള്ള പ്രശ്നമല്ല, മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇത് മാറുന്നുണ്ട്. ഈ ആളുകളെ വെട്ടി ഒതുക്കാൻ അവർക്കില്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുള്ള കളികൾ എത്രയോ വർഷമായി നമ്മൾ കാണുന്നു. അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ആ ജയസാധ്യത ഉണ്ടായിരുന്നൊരു മുന്നണി
ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ, അത് മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും ആരായാലും, അവരെ പരിപൂർണമായും അകാരണമായി ഒഴിവാക്കുകയാണെന്ന ബോധം ആ വിഭാഗത്തിലുണ്ടായാൽ തീർച്ചയായും അവരുടെ വോട്ട് നഷ്ടപ്പെടും, അധികാരത്തിലെത്താൻ കഴിയുകയുമില്ല. അതുകൊണ്ട് ഇത്തരം ഒരു സന്ദർഭത്തിൽ ഏത് പാർട്ടിയാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും പരമാവധി ശക്തിക്ക് ആധാരമായ അടിസ്ഥാനത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ജനാധിപത്യത്തിൻ്റെ ശക്തി വെളിപ്പെടുകയുള്ളൂ. ജനാധിപത്യത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന പ്രതിപക്ഷ നേതാവ് ആ നിലയിൽ, അത് KPCC പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണല്ലോ അദ്ദേഹം. ഇവർക്കൊക്കെ ഉണ്ടായിരുന്നൊരു ഗുണം, ഇവരൊക്കെ ഈ സുധാകരൻ സാറൊക്കെ ആണെങ്കിൽ സത്യം തുറന്നു പറയുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്ക് അദ്ദേഹത്തോട് ഇഷ്ടക്കേടും ഉണ്ടാവും. പക്ഷെ അങ്ങനെ കുറേ പേരെങ്കിലും കേരളത്തിൽ സത്യം തുറന്നു പറയാൻ തയ്യാറാകുന്നത് കൊണ്ട് മാത്രമാണ് ഒരു സമൂഹം എന്നതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ജാതിയും മതവും തമ്മിലടിച്ച് അലമ്പായി ഇപ്പം തന്നെ ഏതാണ്ട് ജീവിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലെത്തിയ കേരളം കുറച്ചുകൂടെ മോശം അവസ്ഥയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുമായിരുന്ന കാര്യത്തിൽ സംശയമില്ല. ആര് ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും BJP പിന്നെ കേരളത്തിൽ ഭരിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അവരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഈ ആര് ഭരിച്ചാലും പ്രതിപക്ഷത്തു നിന്ന് ഉയരുന്ന ശബ്ദം, പ്രതിപക്ഷ പാർട്ടിയുടെ പ്രസിഡൻറ്റിൻ്റെ ശബ്ദം, അതൊന്നും അവഗണിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാനൊക്കില്ല. ഏതായാലും സുധാകരൻ സാറിനെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവരെ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകം അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാടും ജാതി മതഭേദമന്യേ എല്ലാവരോടും അദ്ദേഹം കാണിക്കുന്ന അനുഭാവവുമാണ്. അദ്ദേഹം അഭിപ്രായ വ്യത്യാസമൊക്കെ പറയും, പക്ഷേ അതൊന്നും ഏതെങ്കിലും പ്രത്യേക ജാതിയെയോ പ്രത്യേക മതത്തെയോ ഒന്നും ടാർഗറ്റ് ചെയ്തിട്ടല്ല. ആ ഇഷ്യൂ ബേസ്ഡാണ് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ. അങ്ങനെയുള്ള ഒരു നേതാവിനൊരു പുരസ്കാരം കൊടുക്കാൻ ആ സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നതും ആധ്യാത്മിക ആചാര്യന്മാരിൽ ഉൾപ്പെടെയുള്ളവരുടെ വന്നതും എല്ലാം എനിക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അധ്യക്ഷൻ ശ്രീ പ്രേമചന്ദ്രൻ, ആരാധ്യനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പൂജനീയ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, NM പിയേഴ്സൺ, ബ്രഹ്മശ്രീ ഋതുവാനന്ദ സ്വാമികൾ, അഡ്വക്കേറ്റ് M അനിൽകുമാർ, ഹൈബി ഈഡൻ, TJ വിനോദ്, K ബാബു, PV മിനി, വൈസ് പ്രസിഡൻറ്റ് മാതൃഭൂമി M ബെന്നി, വേദിയിലെ മറ്റ് നേതാക്കളെ, വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരുപാട് വാക്കുകൾ നിങ്ങൾ കേട്ട് കാണും. എല്ലാ ആളുകളും അത് ശ്രദ്ധാപൂർവം കേട്ടു എന്നത് വളരെയേറെ സന്തോഷം. ഇന്ത്യൻ ജനാധിപത്യം നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന അതിസങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ അവാർഡ് വേദി പങ്കിടുന്നത്. വർഗീയ ഫാസിസവും ഇന്ത്യൻ ജനാധിപത്യത്തെ ഗ്രസിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞാനും നിങ്ങളും അതിൻ്റെ അനുഭവം ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ ഭരണകൂടം നടത്തുന്ന വോട്ട് കൊള്ള ഇന്ത്യൻ ജനാധിപത്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ കളപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തൊരു രാജ്യത്തും വോട്ടിംഗ് നടക്കുന്ന ഒരു രാജ്യത്തും ഇതുപോലൊരു ചെറ്റത്തരം ആരും നടത്തിയിട്ടില്ല എന്നത് ഞാനും നിങ്ങളും ഓർമ്മിക്കണം. അത് അധികാരം കയ്യിലെടുക്കാനുള്ള ഒരു വിപ്ലവകരമായ മാറ്റം എന്നവർ പ്രതീക്ഷിക്കുന്നു എങ്കിൽ പോലും അത് ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാണ് എന്ന് പറയാതിരിക്കാനും അവരെ ഓർമ്മപ്പെടുത്താതിരിക്കാനും നമുക്ക് സാധിക്കില്ല. പൊതുജീവിതത്തിൽ തികഞ്ഞ പരിശുദ്ധിയും അഭിപ്രായ പ്രകടനങ്ങളും കർമ്മരംഗത്ത് സമാനതകളില്ലാത്ത തൻ്റെ ഇടവും പുലർത്തിയത് മൂലം കേരളീയ സമൂഹത്തിൽ അവിസ്മരണീയമായ ഒരു അധ്യായത്തിന് ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രാഘവൻ വക്കീൽ. ഞാനുമായി വ്യക്തിപരമായ ബന്ധമുണ്ട്, നമുക്ക് തമ്മിൽ അറിയാവുന്നതാണ്. ചില കാര്യങ്ങളിലൊക്കെ ഞാനും അദ്ദേഹവും തമ്മിൽ സാമ്യമുണ്ട്. അദ്ദേഹത്തോട് ഒരു ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ വാങ്ങാറുണ്ട്. അദ്ദേഹം എനിക്ക് നേരിട്ടറിയുന്ന ഒരാൾ ഒരു പ്രശ്നത്തിന് ഇറങ്ങിയാൽ അതിന് പരിഹാരം കണ്ടേ അദ്ദേഹം അടങ്ങൂ. പാവപ്പെട്ടവൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോയാൽ അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചേ അദ്ദേഹം പിന്തിരിയുള്ളൂ. അങ്ങനെ ഒരു നിസ്വാർത്ഥമായ ഒരു സേവകനായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ശ്രീ രാഘവൻ വക്കീൽ എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ശ്രീനാരായണ സേവാ സംഘം നൽകുന്ന ഈ അവാർഡ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം
എൻ്റെ പൊതുജീവിതത്തിൽ, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനസേവനത്തിന് തൻ്റെ ജീവിതം സമർപ്പിച്ച മഹാനായ നേതാവായിരുന്നു രാഘവൻ വക്കീൽ. രാഷ്ട്രീയത്തിൽ നന്മയും നീതിയും നിലനിർത്തിയ ഒരു മാതൃകയായ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലായ്പ്പോഴും പ്രചോദനമാണ്. ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം അദ്ദേഹം തൻ്റെ പ്രവൃത്തികളിലൂടെ നമ്മളെ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരം ലഭിക്കുന്നു എന്നത് എൻ്റെ വ്യക്തിപരമായ ബഹുമതിയും അതോടൊപ്പം വലിയൊരു ഉത്തരവാദിത്വവുമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ജനങ്ങൾക്കായി കൂടുതൽ ചെയ്യാൻ, നിഷ്കളങ്കമായ സേവന മനോഭാവം നിലനിർത്താൻ ഈ അവാർഡ് എനിക്ക് പുതിയ പ്രചോദനമാകുന്നു. ഈ അവാർഡ് എനിക്ക് നൽകുന്നത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പാണക്കാട് കുടുംബത്തിൻ്റെ പ്രതിനിധിയാണ് എന്നത് അതിലേറെ സന്തോഷം. പാണക്കാട് തങ്ങളെക്കുറിച്ച് അറിയാമല്ലോ, പാണക്കാട് കുടുംബത്തിൻ്റെ പാരമ്പര്യം അറിയാമല്ലോ. നമുക്ക് ഓർമ്മയുണ്ടോ ബാബരി മസ്ജിദ് തകർന്ന കാലം? ആ ബാബരി മസ്ജിദ് തകർന്ന കാലം ഉത്തരേന്ത്യയിലെ പള്ളികൾ മുഴുവൻ അടിച്ചു പൊളിച്ച് തകർക്കുമ്പോഴും ഈ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് ശക്തമായ കരുത്തുണ്ടായിട്ടും ഇവിടെ ഒരു ചെറിയ അമ്പലത്തിന് കല്ലെറിയാൻ പോലും ഒരു മുസ്ലിം തയ്യാറായില്ല. എന്തുകൊണ്ടെന്നറിയാമോ നിങ്ങൾക്ക്? തങ്ങൾ പറഞ്ഞു, ഒരാളുടെയും പ്രതികരണം വേണ്ട, ഇവിടെ സമാധാനമാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞ തങ്ങളുടെ ആപ്തവാക്യത്തെ നെഞ്ചിലേറ്റിയ മുസ്ലിം സമുദായം ഈ ജനാധിപത്യത്തിൻ്റെയും മരേതത്വത്തിൻ്റെയും താങ്ങും തണലുമായി ഇന്നും നമ്മോടൊപ്പം നിൽക്കുന്ന മുസ്ലിം സമുദായം നമുക്ക് എന്നും തണലാണ്, എന്നും കാറ്റാണ്, എന്നാണ് നമുക്കിത് എന്നും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. ഈ അവാർഡ് എനിക്ക് നൽകുന്നത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഈ കുടുംബത്തിലെ അംഗമെന്ന നിലക്ക് അദ്ദേഹത്തെ പാണക്കാട്ട് തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിൽ നിന്ന് വാങ്ങാൻ സാധിച്ചു എന്നത് ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ദേദരത്വത്തിൻ്റെ അടിസ്ഥാന ശിലകളെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച കുടുംബമാണ് പാണട്ടത്. ഈ ബഹുമതിക്ക് എന്നെ തിരഞ്ഞെടുത്ത ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ സംഘാടകർക്ക് ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുന്നു. MK രാഘവൻ വക്കീലിൻ്റെ ആത്മാവിനോട് ഈ നിമിഷം അഭിവാദ്യം അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനസേവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ നാട് ജനിക്കുമ്പം തന്നെ നമ്മുടെ നാട് ചിതറിക്കടന്ന നാടാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ നാട് എവിടെയാ? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ നാട് വ്യത്യസ്തമാണ് മതങ്ങൾ, വ്യത്യസ്തമാണ് ഭാഷകൾ, വ്യത്യസ്തമാണ് സംസ്കാരങ്ങൾ, വ്യത്യസ്തമാണ് ആചാരങ്ങൾ, വ്യത്യസ്തമാണ് അനുഷ്ഠാനങ്ങൾ, എല്ലാം വൈവിധ്യങ്ങളുടെ ഒരു മണ്ണല്ലേ? അതിനെ കോർത്തിണക്കിക്കൊണ്ട് ഇത്രയും വർഷം ഇന്ത്യ രാജ്യം നിലനിന്നില്ലേ? അന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന പത്രം അതിൻ്റെ എഡിറ്റർ കോളത്തിൽ എഴുതി, നോ വൺ ക്യാൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ കോണ്ടിനെൻ്റ് ഓഫ് മെനി നേഷൻസ്. ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. എൻ്റെ അങ്ങനെ പറയാൻ? ഇവിടെ മതം വേറെ, ജാതി വേറെ, ഭാഷ വേറെ, സംസ്കാരം വേറെ, ആചാരം വേറെ, അനുഷ്ഠാനം വേറെ, എല്ലാം വൈവിധ്യങ്ങൾ. ആ വൈവിധ്യത്തെ ആരും നിയന്ത്രിക്കാതെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇന്ത്യ രാജ്യത്തിന് സാധിച്ചില്ലേ? ഈ വർഷം അത്രയും ഞങ്ങളിവിടെ കരുത്തുള്ള രാഷ്ട്രമായി ലോകം കണ്ടില്ലേ? അരിയില്ലാത്ത, തുണിയില്ലാത്ത, പണിയില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ശാസ്ത്രമില്ലാത്ത ഇന്ത്യ രാജ്യത്ത് ഇതെല്ലാം ഉണ്ടാക്കിയില്ലേ? ഈ ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഈ വൈവിധ്യ ഘടകങ്ങൾ. ഇന്ന് ശാസ്ത്രയുഗത്തിൽ ഇന്ത്യ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാനില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഇതുപോലെ മുൻപോട്ട് പോകാൻ സാധിക്കും. ഐക്യപ്പെട്ടു പോകാൻ സാധിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമസ്ഥരായി നമുക്ക് മാറാൻ സാധിക്കുമെങ്കിൽ ഈ നാട് ലോകത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ ഉത്തുംഗ ശിബിരത്തിലെത്തുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. അങ്ങനെ ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവാർഡ് തന്ന ഇതിൻ്റെ സമിതിക്ക് ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും നൽകിക്കൊണ്ട് അവരുടെ മുമ്പിൽ ഞാൻ തല കുനിച്ചുകൊണ്ട് എൻ്റെ ബഹുമാനായ എൻ്റെ സ്വാമിജിയുടെ മുമ്പിൽ ഞാൻ തല കുനിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഒരു ഹ്രസ്വമായ പരിപാടി കൂടി ഇവിടെ. ഏതാനും മത്സരങ്ങൾ, ഉപന്യാസ മത്സരം, ക്വിസ് മത്സരം, പ്രസംഗ മത്സരം എല്ലാം നടന്നു. അത് 10-12 കുട്ടികളുണ്ട്. അവർക്ക് പൂജനീയനായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പാരിതോഷികം നൽകുന്നതാണ്. ട്രോഫിയും ക്യാഷ് അവാർഡും നൽകുന്നതാണ്. പേര് വിളിക്കുന്ന മുറയ്ക്ക് അവർ വന്ന് സ്വാമിജിയിൽ നിന്ന് ഏറ്റുവാങ്ങണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നലെ ഇവിടെ ശ്രീനാരായണ സേവാ സംഘം വനിതാ സംഘത്തിൻ്റെ കലാമത്സരങ്ങൾ നടന്നതിൻ്റെ സമ്മാനദാനമാണ് ഇനി നടക്കാൻ പോകുന്നത്.
സമ്മാനം ലഭിച്ചവർ സ്റ്റേജിനോട് ചേർന്ന് വന്ന് നിൽക്കണം. പേര് വിളിക്കുന്ന മുറയ്ക്ക് ഓരോരുത്തരായി കയറി വരിക. ദൈവദശകം ആലാപന മത്സരം. ഒന്നാം സമ്മാനം തീർത്ഥ കെ ബിജു. രണ്ടാം സമ്മാനം ശിവാൻ കെ പ്രവീൺ. ശിവാൻ കെ പ്രവീൺ. മൂന്നാം സമ്മാനം അനുഗ്രഹ എം സുധി. അതിലെ പോയിക്കോട്ടാ. അനുകമ്പ ദശകം ആലാപനം. ഒന്നാം സമ്മാനം മനീഷ. മൂന്നാമത്തെ. രണ്ടാം സമ്മാനം ദേവാംഗന. ദൈവദശകം മൂന്നാം സ്ഥാനം ഒരാൾ കൂടിയുണ്ട്. മൂന്നാമത് സാധിക. സാധിക. ദൈവദശകം മൂന്നാം സ്ഥാനം സാധിക. അനുകമ്പ ദശക ആലാപനം മനീഷ. മോള് ദേവാംഗനല്ലേ? മനീഷ. അനുകമ്പ ദശകം ഒന്നാം സ്ഥാനമാണ് മനീഷ. രണ്ടാമത് ദേവാംഗന. ഇനി പ്രസംഗ മത്സരത്തിൻ്റെ റിസൾട്ടാണ്. എൻ്റെ ഗുരുദേവൻ ഒന്നാം സ്ഥാനം അശ്വിൻ. പ്രസംഗം ഒന്നാം സ്ഥാനം അശ്വിൻ. രണ്ടാം സ്ഥാനം അനുഗ്രഹ എം സുധി. അനുഗ്രഹ ഇതിന് രണ്ടാം ക്യാഷ് പ്രൈസ് കൊടുക്കേണ്ട ഒരെണ്ണം കൊടുത്തതാ. ഒന്ന് പറഞ്ഞു. മൂന്നാമത് ശിവാൻ കെ പ്രവീൺ. എടുക്കേണ്ടവർക്ക് അതോ പാടില്ലായിരുന്നു. റദ്ദ് ചെയ്യാൻ അവർ കയറി എല്ലാവരും ഇല്ല. വേണ്ടാത്തതാണ് അവർ കയറാം. ഇനി പ്രസംഗം സർവമത സമ്മേളന LP വിഭാഗത്തിലാണ്. അനുശ്രീ. LP അല്ലല്ലോ, UP. അനുശ്രീ ഹൈസ്കൂളാണ്. ഹൈസ്കൂളാണ്. ഇതിൽ മാർക്കയിൽ വ്യത്യാസമുണ്ട്. ഹൈസ്കൂളാണ്. നല്ല ഭാവിയുള്ള കുട്ടിയാണ്. നല്ല സുന്ദരമായൊരു പ്രസംഗമായിരുന്നു. വളരെ അർത്ഥവത്തായ പ്രസംഗം. ഇനി ക്വിസ് കോമ്പറ്റീഷൻ്റെ സമ്മാനാർഹരാണ്. ശിവാൻ കെ പ്രവീൺ ഒന്നാമത്, അനുഗ്രഹ എം സുധി, അനിയൻ്റെ പേരക്കുട്ടിക്ക് ഒരുപാട് പ്രൈസല്ലേ.
തീർത്ഥ കെ ബിജു. തീർത്ഥ കെ ബിജു. ക്വിസ് മുതിർന്നവർ ആതിര ബാബു. ശ്രേയ ജയകുമാർ. രണ്ടാം സ്ഥാനം ശ്രേയ ജയകുമാർ, മൂന്നാമത് പാർവതി ജിത്ത്. മോളുടെ പേര് സമ്മാനം കൊടുക്കുന്നവർ ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. ഒന്നാം സ്ഥാനക്കാർക്കുള്ള പ്രൈസ് രണ്ടാം സ്ഥാനക്കാർക്ക് പോകരുത്, ശ്രദ്ധിക്കണം. അവൾ വളരെ പരിശ്രമിച്ചിട്ടാണ് അവർക്ക് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഞാൻ കറക്റ്റായിട്ട് വിളിക്കണ കറക്റ്റല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയാൽ മതി. മോളെ ഏതിൻ്റെ ഇരുന്ന് ക്രിസ്ത്യനല്ലേ? പാർവതി ജിത്ത്. ശ്രേയ ജയകുമാർ ജന. ക്വിസ് രണ്ടാം സ്ഥാനം ശ്രേയ ജയകുമാർ. നോക്കിയാൽ അവിടെ പോയിട്ട് എന്താ ചെയ്യണമെന്ന്. മൂന്നാമത് പാർവതി ജിത്ത്. മുളുക്കട്ട്. ഇനി പങ്കെടുത്ത കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനമാണ് ഹരിബാല. സമുദായഗാനമുണ്ടോ? അതെവിടെ ഇരിക്കണേ? അത് ബുക്ക് ചെയ്ത് കഴിയട്ടെ. മോള് വന്നല്ലേ? മോളുടെ പേര് ഹരിബാല അല്ലേ? കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ ഇവിടെ വന്നു. ശ്രീ പാർവതി ഇവിടെ നിൽക്കി. ബ്രിജിത. ഇത് പങ്കെടുത്തവർക്കുള്ള വിഷയമൊന്നുമില്ല. ഇതിൽ പങ്കെടുത്തല്ലോ. ഇവർക്ക് ഇറങ്ങണ്ട. ഇനി ബാക്കിയുള്ളത് വേണമെങ്കിലേ ഉപന്യാസം മോള് നിൽക്കട്ടെ. ഒരു വെയിറ്റ് ചെയ്യട്ടെ. നിൽക്കട്ടെ. കൃഷ്ണപ്രിയ പോയി വാങ്ങിച്ചോ. അത് കൊടുക്കണ്ടോ? മോള് ശ്രീ പാർവതി ബ്രിജിത. അവരേലുണ്ട്. ഇതല്ലേ അതിൻ്റെ കൂടെ ഒരു സ്റ്റേജിൽ വന്ന് നിന്നവരാണ്. പങ്കെടുത്ത കുട്ടികൾക്കുള്ള പ്രൈസാ. പങ്കെടുത്ത കുട്ടികളുടെ സമ്മാനമാണ് ബ്രിജിത. ബ്രിജിതയല്ലേ? വേഗം ചെല്ലും മോളെ. അഷ്നിക്. ഹർഷ സുരേഷ്. കീർത്തന. ഹാസിനി സുരേഷ്. അതെന്ത് സുരേഷ്? ആരാ?
അല്ലേ ഇങ്ങനെ എഴുതി വെച്ചത്? ആർക്കാണ് പങ്കെടുത്തതിൽ കിട്ടാത്തത്? അജിഷ്ണ. മോളുടെ പേര് കീർത്തന പോയിക്കോ. സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ടല്ലോ, അതും മതിയായിരുന്നു, പക്ഷെ അത് അവിടെ ഇരിക്കണല്ലേ. ഇതുകൊണ്ടെന്താ സർട്ടിഫിക്കറ്റ് മാറ്റിയുള്ളത്? ഇത് വായിച്ചല്ലേ? ഇത് വായിച്ചതാണല്ലോ. ശ്രേയ ജയകുമാർ. അത് വായിച്ചതല്ലേ? ഇല്ല ദേ അതൊക്കെ വായിച്ചാൽ ലിസ്റ്റ് നോക്കട്ടെ. ഒരു വട്ടം ഇനി ഇത് മാത്രമേ ഉള്ളൂ, സമുദായ ഗാനം എന്നുള്ളൊരു വിഷയം. സ്നേഹമുള്ളവരെ, നിങ്ങൾ മത്സരാർത്ഥികളായിരിക്കുന്ന ആളുകളുടെ കാര്യം പറയാനാ. ശിവഗിരിയിലെ തീർത്ഥാടന പരിപാടിക്ക് ഈ വർഷം വിശേഷമായൊരു മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരം ഒരു മഹാ കിസ്സാണ്. ഗുരുദേവൻ്റെ ജീവിതത്തെയും ദർശനത്തെയും ആസ്പദമാക്കിയുള്ള ഒരു മഹാ കിസ് മത്സരം. 3 റൗണ്ടുണ്ട്. 3 റൗണ്ട് കഴിഞ്ഞ് 4ാമത്തെ റൗണ്ടിൽ വിജയികളായിരിക്കുന്ന 1ാം സമ്മാനത്തിന് 50,000 രൂപയാണ്. 2ാം സമ്മാനത്തിന് 40,000 രൂപ, 3ാം സമ്മാനത്തിന് 30,000 രൂപ, പിന്നെ 10 പേർക്ക് 10,000 രൂപ വെച്ച്. അപ്പോൾ ഡിസംബർ മാസം 25-ാം തീയതിയാണ് ആ മത്സര ശിവഗിരി നടക്കുന്നത്. ഡിസംബർ 25-ാം തീയതി നിങ്ങൾക്ക് ശിവഗിരി മഠത്തിൽ തീർത്ഥാടനത്തിൽ ഓൺലൈനായി ബുക്ക് ചെയ്യാം, കത്തെഴുതാം, മറ്റു രീതിയിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളെല്ലാവരും ആ മത്സരത്തിൽ പങ്കെടുക്കണം. മറന്നു പോകരുത്. ഡിസംബർ മാസം 25-ാം തീയതി.